ശാന്തി. ഇന്ന് 19/6/2024 प्रभातम मुरली। बाबा कहते हैं, मीठे बच्चे, सबसे मूल सेवा है बाप की याद में रहना और दूसरों को याद दिलाना। तुम किसी को भी बाप का परिचय दे उनका कल्याण कर सकते हो. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നത് ബാബയുടെ ഓർമ്മയിലിരിക്കുക, അതുപോലെ മറ്റുള്ളവരിലും ബാബയുടെ ഓർമ്മ ഉണർത്തുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സേവനം എന്ന് ബാബ പറയുന്നു. തും കിസി കോ ബി ബാപ് കാ പരിചയ ദേ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബാബയുടെ പരിചയം കൊടുക്കാം. ഉൻകാ കല്യാൺ കർ സക്തേ ഹെ, അതിലൂടെ അവരുടെ മംഗളം ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ബാബയുടെ പരിചയം കൊടുത്തിട്ട് അവരുടെ മംഗളം ചെയ്യാൻ സാധിക്കും എന്ന് ബാബ പറയാം. പ്രശ്നം, ബാബ ചോദ്യം ചോദിക്കുന്നത്, कौन सी एक छोटी सी आदत भी बहुत बड़ी अवज्ञा करा देती है, उससे बचने की युक्ति क्या है? ബാബ ചോദിക്കുന്നത്, ഏതൊരു ചെറിയ ശീലമാണ് വളരെ വലിയ അവജ്ഞ ചെയ്യിക്കുന്നത്, അതിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള യുക്തി എന്താണെന്ന് ചോദിക്കാം. അതൊരു ചെറിയ ശീലങ്ങൾ വളരെയധികം അവജ്ഞ ചെയ്യിക്കുന്ന ശീലങ്ങളുണ്ടല്ലോ, അതിൽ ഏതൊരു ചെറിയ ശീലമാണ് വളരെയധികം അവജ്ഞ ചെയ്യിക്കുന്നത്, അതിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള യുക്തി എന്താണ് എന്ന് ബാബ ചോദിക്കുക. മര്യാദ ചെയ്യുന്ന തെറ്റുകളുണ്ടാവും, മറച്ചു വയ്ക്കുക, അവർക്ക് പറയാതിരിക്കുക, അത് ഏറ്റവും വലിയ അവജ്ഞയാണ്. കാരണം അതിനോട് തുറന്ന് പറയില്ല, എല്ലാ ദിവസവും രാത്രി പറയാൻ പറ്റില്ല, നമ്മൾ ബാബയ്ക്ക് എഴുതാൻ പറയില്ല. അങ്ങനെ എഴുതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. ബാബ പറയില്ല, തെറ്റിൽ നിന്ന് ബാബ ക്ഷമിച്ച് നമുക്ക് ശിക്ഷ പകുതി പറയുന്നുണ്ടാവുന്നു. बाबा उत्तर नोക്കാം. अगर किसी में कुछ छिपाने की व चोरी करने की आदत है तो भी बहुत बड़ी अवज्ञा हो जाती है. അതായത് ആരിലെങ്കിലും എന്തെങ്കിലും കാര്യം ഒളിപ്പിക്കുക, അതല്ലെങ്കിൽ ബാബ പറയണത് മോഷ്ടിക്കുക, ഈ ഒരു ശീലം എന്ന് പറയുന്നത് വളരെ വലിയ അവജ്ഞ ചെയ്യിക്കുന്നു എന്ന് പറയാം ബാബ. കഹാ ജാതാ ഹേ കക്ക് കാ ചോർ സോ ലക്ക് കാ ചോർ, അതായത് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതായത് കക്ക മോഷ്ടിക്കുന്നവനും ലക്ഷം മോഷ്ടിക്കുന്നവനും സെയിം തന്നെയാണ്. അതായത് മോഷണം എന്ത് തന്നെ ആയാലും അത് ചെറുതാണ് മോഷ്ടിക്കുന്നതെങ്കിലും വലുതാണ് മോഷ്ടിക്കുന്നതെങ്കിലും അത് മോഷണം തന്നെയല്ലേ. അതാ ബാബ പറയുന്നത്. ലോഭ് കെ വശ് ഭൂക്ക് ലഗി തോ छिपाकर बिना पूछे खा लेना, चोरी कर लेना, यह बहुत खराब आदत है. അതായത് ലോഭത്തിന് വശപ്പെട്ട് വിശക്കുമ്പോൾ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ട് ചോദിക്കാതെ എടുത്ത് കഴിക്കുക, അതുപോലെ മോഷ്ടിക്കുക, ഇതെല്ലാം ബാബ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം വളരെ മോശമായ ശീലങ്ങളാണെന്ന് പറയും. ബാബ കേൾക്കുമ്പോൾ ചെറിയൊരു ഇതാണ്, പക്ഷെ ബാബ പറയുന്നത് വളരെ മോശമായ ശീലം. അതായത് നമുക്ക് ലോഭത്തിന് വശപ്പെട്ട് നമുക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കാതെയൊക്കെ എടുത്ത് കഴിക്കും, അതുപോലെ മോഷ്ടിച്ച് കഴിക്കും. ഇതൊക്കെ ആ ഒരു ശീലം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ശീലമാണെന്ന് ബാബ പറയാം. ഇനി അതിൽ നിന്ന് രക്ഷ നേടണമല്ലോ, അതിനെ ബാബ പറയുന്നത്
इस आदत से बचने के लिए ब्रह्मा बाप समान ट्रस्टी बनो. എന്താ പറയുന്നത് ബാബ? ഈ ഒരു ശീലത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായിട്ട് നിങ്ങൾ ബ്രഹ്മ ബാബയ്ക്ക് സമാനം ട്രസ്റ്റി ആയിട്ട് മാറുമെന്ന് പറയാം. जो भी ऐसी आदतें हैं वह बाप को सच सच सुना दो. ഇനി ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ബാബ പറയാണ്, അത് നിങ്ങൾ ബാബയോട് സത്യം സത്യമായി ബാബയെ കേൾപ്പിക്കൂ. ബാബയോട് പറയാം. എന്തെങ്കിലും ഇതുപോലത്തെ, ഇത് ബാബ ചെറിയൊരിത് പറഞ്ഞു അങ്ങനെ ഒളിപ്പിച്ച് കഴിക്കുക, മോഷ്ടിക്കുക എന്നൊക്കെ, അതുപോലെയും വേറെയും മോശമായ ശീലങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്ത് തന്നെ ഉണ്ട് അതെല്ലാം ഒളിപ്പിക്കാതെ തന്നെ ബാബയോട് സത്യം സത്യമായിട്ട് തുറന്നു പറയൂ, കേൾപ്പിക്കൂ എന്ന് പറയാ ബാബ. അതാണ് നമുക്ക് അതിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനുള്ള മാർഗം. അതാണ് ബാബ പറയുന്നത്. ഓം ശാന്തി. റുഹാനി ബാപ്പ് ബൈറ്റ് റുഹാനി ബച്ചോ കോ സമജാത്തെ ഹേ. അതായത് ആത്മീയ അച്ഛനിൽ നിന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. ബച്ചേ ജാൻതേ ഹേ ഹം ബേഹദ് കെ ബാപ്പ് കെ സാമനെ ബൈഠേ ഹേ. കുട്ടികൾക്കറിയാം പരിധിയില്ലാത്ത അച്ഛന്റെ മുന്നിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഹം ഈശ്വരീയ പരിവാർ കെ ഹേ. ഞങ്ങള് ഈശ്വരീയ പരിവാരത്തിലേതാണ്. ഈശ്വർ നിരാകാർ ഹേ. ഈശ്വരൻ നിരാകാരനാണ്. യഹ് ഭി ജാൻതേ ഹേ തും ആത്മാ അഭിമാനി ഹോക്കർ ബൈഠേ ഹോ. ഇതും കുട്ടികൾക്കറിയാം ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്, ആത്മ അഭിമാനിയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് കുട്ടികൾക്കറിയാം. अब इसमें कोई साइंस कमांड व हठयोग आदि करने की बात नहीं. ഇതിലിപ്പോ സയൻസിന്റെ ഒരു അഹങ്കാരം കാണിക്കേണ്ടതോ അല്ലെങ്കിൽ ഹഠയോഗം ചെയ്യേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യവുമില്ല എന്ന് ബാബ പറയാം. യഹ് ഹേ ബുദ്ധി കാക്കാം. ഇത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇല്ല, ഇവിടെ നമുക്ക് ബാബ തരുന്ന ജ്ഞാനം നമ്മൾ ബുദ്ധിയിലൂടെയാണ് അതിനൊക്കെ റിയലൈസേഷൻ ചെയ്യുന്നതും ധാരണ കൊണ്ടുവരുന്നതും ഒക്കെ എന്താണ്, ഇവിടെ ബുദ്ധിയുടെ കാര്യമാണെന്ന് പറയാം ബാബ. ഇസ് ശരീരക്ക കുച്ചുവി കാമിക്ക്. ഇത് ഇവിടെ ശരീരത്തിൻ്റെതായ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ശരീരത്തോട് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാം. ഹഠയോഗമേം ശരീരക്ക കാം രഹത്താഹേ. ഹഠയോഗത്തിലാണെങ്കിലോ ശരീരം കൊണ്ടാണല്ലോ ജോലികൾ അവിടെ ചെയ്യേണ്ട, ഹഠയോഗം എന്ന് പറയുമ്പോൾ. യഹാം ബച്ചേ സമജ് ബാപ്പ് കെ സാമനെ ഹം ബൈഠേ. ഇവിടെ കുട്ടികൾക്കറിയാം ഞങ്ങൾ ഇരിക്കുന്നത് ബാബയുടെ മുന്നിലാണ്. ഇത് കുട്ടികൾക്കറിയാം. ജാൻതേ ഹേ കി ബാപ്പ് ഹംകോ പഠാ രഹാ ഹേ. അതായത് ഇതും കുട്ടികൾക്കറിയാം, ബാബയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് കുട്ടികൾക്കറിയാം. ഏക് തോ കഹത്തെ ഹേ അപ്നെ കോ ആത്മാ സമജ് ബാബ് കോ യാദ് കരോ തോ മീഠേ ബച്ചോ തുമാരെ സബ് പാപ് കട്ട് ജായേംഗേ. അതായത് ഒരു കാര്യം ബാബ പറയുന്നത് എന്താണ്, സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ മധുരമായ കുട്ടികളെ നിങ്ങളുടെ പാപങ്ങളെല്ലാം മുറിയും എന്ന് ബാബ പറയാം. ഈ രണ്ടാമത് എന്താ പറയുന്നത് ബാബ? ചക്ര ഫിരാവോ. അതായത് ചക്രം കറക്കൂ, സ്വദർശന ചക്രധാരിയായി മാറൂ എന്ന് പറയില്ലേ ബാബ. സ്വദർശന ചക്രം കറക്കാൻ പറയാറുണ്ടല്ലോ, അതാണ് ചക്ര ഫിരാവോ. ഓരോ ഈ സർവീസ് കർ ആപ് സമാൻ ബനാവോ. മറ്റുള്ളവരുടെയും സർവീസ് ചെയ്ത് അവരെയും തനിക്ക് സമാനമാക്കി മാറ്റൂ എന്ന് പറയാം ബാബ. ബാപ്പ് एक एक को बैठ देखते हैं कि यह क्या സർവീസ് कर रहे हैं. ഇത് ബാബ ഓരോരോ കുട്ടികളെയും നോക്കുന്നുണ്ട്. ഈ കുട്ടി എന്ത് സർവീസാണ് ചെയ്യുന്നത്, ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ഓരോ കുട്ടികളെയും ബാബ നോക്കുന്നുണ്ടെന്ന് പറയാം. സ്ഥൂൽ സേവ കർത്തേ ഹേ, സൂക്ഷ്മ സേവ കർത്തേ ഹേ, യാ മൂൽ സേവ കർത്തേ. അതായത് ഓരോ കുട്ടികളും സ്ഥൂലമായ സേവനാണോ ചെയ്യുന്നത്, അതോ സൂക്ഷ്മമായ സേവനാണോ ചെയ്യുന്നത്, അതോ പ്രധാനപ്പെട്ട സേവനങ്ങളാണോ ചെയ്യുന്നത്, അത് ബാബ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. ഏക് കോ ബാബ ദേഖ്തേ ഹേ. ഓരോരുത്തരെയും ബാബ നോക്കുന്നുണ്ടെന്ന് പറയാം. യഹ് സബ് കോ ബാബ കാ പരിചയ ദേത്തേ ഹേ. ഇവരൊക്കെ കുട്ടികളൊക്കെ ബാബയുടെ പരിചയം കൊടുക്കുന്നുണ്ടോ? മൂൽ ബാത് ഹേയ. അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ബാബയുടെ പരിചയം കൊടുക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. हर एक बच्चे को बाप का परिचय देते हैं, औरों को समझाते हैं कि बाप कहते हैं मुझे याद करो तो तुम्हारे जन्म जन्मांतर के पाप मिट जाए. അപ്പൊ ബാബ പറയണത് ഓരോരോ കുട്ടികളും ബാബയുടെ പരിചയം കൊടുക്കും വേണം, അതോടൊപ്പം തന്നെ ഇതും മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് ബാബ പറയുന്നത്? അതായത് ബാബ പറയുന്നു എന്ത്? ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ
നിങ്ങളുടെ എല്ലാം ജന്മജന്മാന്തരമായിട്ടുള്ള പാപങ്ങളെല്ലാം ഒഴിയും. ഇതും കൂടി പറഞ്ഞു കൊടുക്കണം. ബാബയുടെ പരിചയവും കൊടുക്കണം, അതുപോലെ തന്നെ ഇതും പറയണം. അതായത് നിങ്ങൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജന്മജന്മാന്തരമായിട്ടുള്ള പാപങ്ങളെല്ലാം ഒഴിയും. ആ ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് പറയാ ബാബ. കഹാം തക് ഈ സർവീസ് മേം രഹത്തെ ഹേ, നിങ്ങൾ ഏതുവരെ ഈ സർവീസിലിരിക്കും? അപ്പനെ സെ ബേട്ട് കർത്തേ ഹേ, സബ്സെ ജാസ്തി സർവീസ് കോൻ കർത്തേ ഹേ, അതായത് നിങ്ങൾ സ്വയത്തെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ടോ ചോദിക്കാം. ആരാണ് കൂടുതൽ സർവീസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നുണ്ടോ? ക്യൂ നഹി ഹേ ഇൻസെ ബി ജാസ്തി സർവീസ് കരോ, അത് എന്തുകൊണ്ട് എനിക്ക് ഇന്നാളെക്കാളും കൂടുതൽ സർവീസ് ചെയ്തുകൂടാ? ഇൻസെ ബി ജാസ്തി യാദ് കി യാത്രാ മേം ദൗഡി പഹൻ സക്തേ ഹേ വാ നഹി, അതായത് ബാബ പറയുന്നത് എന്തുകൊണ്ട് എനിക്ക് ബാബയെ കൂടുതൽ ഓർമ്മിച്ച് മുന്നോട്ട് പോയി കൂടാ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ബാബ. ഹർ ഏക് കോ ബാബ ദേഖ്തേ ഹേ, ഓരോരുത്തരെയും ബാബ നോക്കാണ്. ബാബ ഹർ ഏക് സേ സമാചാർ പൂച്ഛതേ ഹേ ക്യാ ക്യാ സേവ കർത്തേ ഹേ, ബാബ ഓരോരുത്തരോടും ഈ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെല്ലാം സർവീസുകളാണ്, നിങ്ങൾ എന്തെല്ലാം സേവനങ്ങളാണ് ചെയ്യുന്നതെന്ന് ബാബ ഓരോ കുട്ടികളോടും ചോദിക്കുന്നുണ്ടെന്ന് പറയാം. കോയിക്കോ ബാബ് കാ പരിചയ ദേ ഉൻകോ കല്യാൺ കർത്തേ ഹേ, ബാബ ചോദിക്കുക നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ബാബയുടെ പരിചയം നൽകി അവരുടെ മംഗളം ചെയ്യുന്നുണ്ടോ? ടൈം വേസ്റ്റ് തോ നഹി കർത്തേ ഹേ, അത് നിങ്ങൾ ടൈം ഒന്നും വേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, സമയം വെറുതെ പാഴാക്കി കളയുന്നില്ലല്ലോ, ഇതൊക്കെ ബാബ ചോദിക്കാൻ നമ്മളുടെ അടുത്ത്. മൂൽ ബാത്ത് ഹേ ഈ യക്, അതായത് ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? ബാബയുടെ പരിചയം കൊടുക്കുക. അതുപോലെ ബാബ പറയാണ് ഇസ് സമയ സബ് ഓർഫൺ ഹേ, ഈ സമയത്ത് എല്ലാവരും അനാഥരാന്ന് പറയാം. ബേഹദ് കെ ബാപ്പുക്കോ കോയി ബി നഹി ജാനത്തെ, അതിഥിയില്ലാത്ത അച്ഛനെ ആരും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരായി മാറി? അനാഥരായി മാറി. ബാപ്പുസെ വർസാത്തോ സരൂർ മിൽത്താ ഹേ, ബാബയിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് സമ്പത്ത് ലഭിക്കും എന്ന് ബാബ പറയാം. തും ബച്ചോ കോ മുക്തി ജീവൻ മുക്തി ദാം ദോനോ ബുദ്ധിമേൻ ഹേ, അതായത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഏതൊക്കെയുണ്ട്? മുക്തിധാമവും ഉണ്ട്, ജീവൻ മുക്തിധാമവും ഉണ്ടെന്ന് പറയാം ബാബ. ബച്ചോ കോ യഹ് ഭി സമജ്നാ ഹേ കി ഹം അബ് പഠ് രഹേ ഹേ, കുട്ടികൾക്ക് ഇതും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? ഞങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണ്, അല്ലെ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈശ്വരീയ വിശ്വവിദ്യാലയത്തില് ഈശ്വരീയ വിദ്യാർത്ഥിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികളുടെ ബുദ്ധിയിൽ ഇരിക്കണം എന്ന് പറയാം ബാബ. ഫിർ സ്വർഗമേം ആക്കർ ജീവൻ മുക്തി കാ രാജ്യഭാഗ്യ ലേംഗെ, പിന്നീട് നമ്മൾ എന്തുണ്ടാകുക? സ്വർഗത്തിലേക്ക് പോയിട്ട് ജീവൻ മുക്തിയുടെ രാജ്യഭാഗ്യം ഒക്കെ നമ്മൾ എടുക്കുമെന്ന് ബാബ പറയാം. ബാക്കി ഡർ ആത്മായെ ജോ ഭി ദൂസരെ ധർമ്മവാലി ഹേ വഹുത്തോ കോയി ഭി നഹി രഹേംഗെ, ഇനി ബാക്കി ഒരുപാട് ആത്മാക്കളുണ്ടല്ലോ, നമ്മൾ കുറച്ച് ആത്മാക്കളല്ല ഇതിലുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആത്മാക്കളും അത് മറ്റ് ധർമ്മത്തിലുള്ളവരാകട്ടെ ആര് തന്നെ ആയാലും അവരൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. സിർഫ് ഹം ഹി ഭാരത് മേം രഹേംഗെ, നമ്മൾ മാത്രമാണ് ഭാരതത്തിൽ ഉണ്ടായിരിക്കുക എന്ന് ബാബ പറയാം. ബാപ്പ് ബച്ചോം കോ ബൈറ്റ് സിക്കലാത്തേ ഹേ ബുദ്ധി മേം ക്യാ ക്യാ രഹനാ ചാഹിയേ, ബുദ്ധിയിൽ എന്തെല്ലാമാണ് ഇരിക്കേണ്ടത് എന്നുള്ള കാര്യം ബാബ നമുക്ക് മനസ്സിലാക്കി. നമ്മൾ ബുദ്ധി അലയുകയല്ലായിരുന്നു, ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ അലയായിരുന്നു. പക്ഷെ ബാബ വന്നിട്ട് ബാബ പറഞ്ഞതാണ് എന്തെല്ലാമാണ് കുട്ടികളുടെ ബുദ്ധിയിൽ ഇരിക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാമാണ് ബാബ നമുക്ക് പറഞ്ഞു തരുന്നത്. യഹാം തും സംഗം യുഗ് പർ ബൈഠേ ഹോ തോ ഖാൻ പാൻ ബി ശുദ്ധ പവിത്ര സരൂർ ചാഹിയേ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ ഇവിടെ സംഗമ യുഗത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം വളരെ ശുദ്ധവും പവിത്രവുമായിരിക്കണമെന്ന് ബാബ പറയുന്നത്. സംഗമ യുഗത്തിലാണ് നമ്മൾ കുട്ടികൾ ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെ എല്ലാം പവിത്രമായിരിക്കണം. കഴിക്കുന്നതും കുടിക്കുന്നതും ബാബ പറയാറുണ്ടല്ലോ പവിത്രത എന്ന് പറയുന്നത്. ജാനത്തെ ഹോ ഹം ഭവിഷ്യമേം സർവഗുൺ സമ്പൻ സോലാ കലാ സമ്പൂർണ്ണ നിർവികാരി ബൻതേ ഹേ. ബാബ ചോദിക്കുക നിങ്ങൾ കുട്ടികൾക്കറിയില്ലേ നിങ്ങൾ ആരായിട്ടാണ് ഇനി മാറാൻ പോകുന്നത്? സർവഗുണ സമ്പന്നൻ, 16 കലാ സമ്പൂർണൻ, സമ്പൂർണ്ണ നിർവികാരി, ഇതെല്ലാമായിട്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ ചോദിക്കുക ബാബ. യഹ് മഹിമ ശരീരധാരി ആത്മാവോം കി ഹേ, ഈ മഹിമ എന്ന് പറയുന്നത് ശരീരധാരി ആത്മാക്കൾക്കുള്ളതാണ്. സിർഫ് ആത്മാക്കി മഹിമ തോ നഹി,
കേവലം ഒരു ആത്മാവിന്റെ മഹിമ മാത്രമല്ല അല്ലെ, ആത്മാവ് തനിയെ ഇരിക്കുമ്പോൾ ഈ മഹിമകൾ പറയില്ല. ആത്മാവ് ശരീരത്തിലേക്ക് വന്ന് ജീവാത്മാവായിട്ടിരിക്കുന്ന സമയത്താണ് ഈ മഹിമകൾ, അതായത് സമ്പൂർണ്ണ നിർവികാരി, 16 കലാ സമ്പൂർണ്ണൻ, സർവഗുണ സമ്പന്നൻ എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? ജീവാത്മാവിന്റെ ഇതിലിരിക്കുമ്പോഴാണ്. അല്ലാതെ ആത്മാവിന് തനിയെ ഈ മഹിമകൾ പറയില്ല എന്ന് പറയാ ബാബ. ഹർ ഏക് ആത്മാ കാ പാർട്ട് അപ്നാ അപ്നാ ഹേ ജോ യഹാ മാക്കർ ബചാതി ഹേ. ഓരോ ആത്മാക്കളുടെ പാർട്ടും അവരവരുടേതാണ് അല്ലെ. ഒരു ആത്മാവിന്റെ പാർട്ട് വേറൊരു ആത്മാവിനുണ്ടാവില്ല, തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഓരോ ആത്മാവിനും ഓരോരോ പാർട്ടാണ്. അത് ഏതാണോ പാർട്ട് ഓരോ ആത്മാവിനും ഉള്ളത്, ആ ആത്മാക്കൾ ഇവിടെ വന്ന് ആ പാർട്ടാണ് അഭിനയിക്കുന്നത് എന്ന് പറയാം. തുമാരി ബുദ്ധി മേ എയിം ഒബ്ജക്റ്റ് ഹേ, ഹംകോ ഇൻ ജൈസാ ബന്നാ ഹേ. നമ്മളുടെ ബുദ്ധിയിൽ എയിം ഒബ്ജക്റ്റ് ഉണ്ട്. ബാബ നമുക്ക് തന്നിട്ടുണ്ടല്ലോ എയിം ഒബ്ജക്റ്റ്. എന്താണ് ബാബ തന്നിട്ടുള്ളത്? ലക്ഷ്മിനാരായണ. അപ്പൊ ലക്ഷ്മി നാരായണനായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ എയിം ഒബ്ജക്റ്റ്. അത് നമ്മളുടെ ഓരോ കുട്ടികളുടെയും ബുദ്ധിയിലുണ്ടെന്ന് ബാബ പറയാം. ബാപ്പ് കാ ഫർമാൻ ഹേ ബച്ചേ പവിത്ര ബനോ. ബാബയുടെ ആജ്ഞയാണ് പവിത്രമായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ബാബയുടെ ഓരോ ആജ്ഞകളും നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് ഓരോരോ ആജ്ഞകൾ തരുന്നുണ്ട്, അത് നമ്മൾ എത്രമാത്രം പാലിക്കുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. പൂച്ചെങ്കിൽ കൈസേ പവിത്ര രഹേ. അപ്പൊ ബാബ പറയാ, കുട്ടികൾ ചോദിക്കും എങ്ങനെയാ പവിത്രമായിട്ടിരിക്കുക എന്ന് ചോദിക്കുമെന്ന് പറയാ ബാബ. ക്യോങ്കി മായാക്കെ തൂഫാൻ ബഹുത് ആതേ ഹേ. അതായത് മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നുണ്ട് ബാബ. അപ്പൊ എങ്ങനെ പവിത്രമായിട്ടിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കും കുട്ടികള്. ബുദ്ധി കഹാം കഹാം ചലി ജാതി ഹേ. ബുദ്ധി എവിടേക്കൊക്കെയോ അലയുന്നുണ്ട് എന്ന് പറയാം. എവിടേക്കൊക്കെയാ ബുദ്ധി നടക്കുന്നത്? ഉൻകോ കൈസേ ചോടെ. അതെല്ലാം എങ്ങനെ ഉപേക്ഷിക്കും? ഈ ബുദ്ധി അലയുന്നതും മായയുടെ കൊടുങ്കാറ്റിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതും അതൊക്കെ എങ്ങനെയാണ് ബാബ എന്ന് ചോദിക്കും കുട്ടികൾ. ബച്ചോं की ബുദ്ധി तो चलती है ना और कोई की ബുദ്ധി में नहीं चलती. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ബുദ്ധിയിലാണല്ലോ. അപ്പൊ എനിക്ക് മായ വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ബാബയുടെ കുട്ടികൾക്കേ അറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. മായയാണിതെന്ന് പോലും അറിയില്ല. അപ്പൊ ഇതൊക്കെ കുട്ടികളുടെ ബുദ്ധിയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുക. ബാക്കിയുള്ളവരുടെ ഒന്നും ബുദ്ധിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയാ ബാബ. ബാപ്പ് ടീച്ചർ സദ്ഗുരു ബി തുംകോ മിലാതെ. നമുക്ക് ആരെയൊക്കെ കിട്ടി? ബാബേനെ കിട്ടി, ടീച്ചറെ കിട്ടി, സദ്ഗുരുവിനെ കിട്ടി. യഹ് ബി തും ജാൻതേ ഹോ ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ ഹേ. ഇതും നമുക്കറിയാം, എന്ത്? ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. വഹ് ബാപ്പ് ടീച്ചർ ജ്ഞാൻ കാ സാഗർ ബി ഹേ. ആ ഭഗവാൻ തന്നെയാണ് എന്താണ്? അച്ഛനും ടീച്ചറും അതുപോലെ ജ്ഞാനത്തിന്റെ സാഗരനും ബാബ തന്നെയാണെന്ന് പറയാം. ബാപ്പ് ആയേ ഹേ ഹം ആത്മാവോം കോ സാത്ത് ലേ ജാനേ കെ ലിയേ. അതായത് ബാബ എന്തിനാ വന്നിട്ടുള്ളത്? ബാബയുടെ കുട്ടികളായ നമ്മൾ ആത്മാക്കളെ എല്ലാം തിരികെ കൊണ്ടുവരാനാണ് ബാബ വന്നിട്ടുള്ളത്. സത്യയുഗമേ ബഹുത്ത് തോടെ ദേവി ദേവത രഹത്തെ. സത്യയുഗത്തിലാണെങ്കിലോ വളരെ കുറച്ച് ദേവി ദേവതകളെ ഉണ്ടാകൂ എന്ന് പറയാം. യഹ് ബാതേം തുമാരേ സിവായി ഓർ കോയി കി ബുദ്ധി മേ നഹി ഹോഗി. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ കൂടാതെ വേറെ ആരുടെയും ബുദ്ധിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറയാം ബാബ. തുമാരി ബുദ്ധി മേം ഹേ കി വിനാശ് കെ ബാദ് ഹം ഹി തോടെ ഹോഗെ. ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. എന്താണ്? വിനാശത്തിന് ശേഷം നമ്മൾ കുറച്ചു പേരെ ഇവിടെ ഉണ്ടാകും. അതും നമ്മളുടെ ബുദ്ധിയിലുണ്ട്. ഒക്കെ നമുക്ക് ബാബയാണല്ലോ മനസ്സിലാക്കി തന്നത്. ഓർ ഇത്തനെ സബ് ധർമ്മ ഗണ്ഡ് ആദി നെഹി ഹോഗെ. ഇപ്പൊ നമ്മൾ കാണുന്ന ഇത്രയധികം ധർമ്മങ്ങള്, ഇത്രയധികം ഭൂഖണ്ഡങ്ങൾ, അതൊന്നും ഉണ്ടാകില്ല എന്ന് പറയാ ബാബ. ഹം ഹി വിശ്വത്തെ മാലിക് ഹോഗെ. നമ്മളായിരിക്കും വിശ്വത്തിന്റെ അധികാരികൾ. ഹമാരാ ഹി ഏക് രാജ്യ ഹോഗ. നമ്മൾക്ക് ഒരേ ഒരു രാജ്യമാണ് ഉണ്ടാവുക. ബഹുത്ത് സുഖക്കാ രാജ്യ ഹോഗ. ആ രാജ്യം എങ്ങനെയായിരിക്കും? വളരെയധികം സുഖമുള്ള രാജ്യമായിരിക്കും എന്ന് പറയാം ബാബ. ബാക്കി ഉസ്മേ വെറൈറ്റി പദ് വാലേ ഹോഗെ. പക്ഷെ അതില് വെറൈറ്റി പദവിയിലുള്ളവരുണ്ടായി. അത് ബാബ പറയാറുണ്ടല്ലോ, ഇവിടെയുള്ള പഠിപ്പിന്റെ ആധാരത്തിലാണ് അവിടെ നിങ്ങൾക്ക് പദവി ലഭിക്കുക. അപ്പൊ രാജ്യമെല്ലാം ഒന്നായിരിക്കും, എല്ലാവരിലും ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും, വളരെ സുഖമൊക്കെ ആയിരിക്കും. പക്ഷെ വ്യത്യാസം ഇതിലുണ്ടാവുക, പദവിയിൽ വ്യത്യാസം. രാജാവും പ്രജകളും ദാസിദാസിമാരും ധനവാനായ പ്രജ, അങ്ങനെ വെറൈറ്റി പദവിയിലുള്ളവരുണ്ടായിരിക്കും. പക്ഷെ രാജ്യം ഒന്നായിരിക്കും. അതാ ബാബ പറയുന്നത്. അത് എന്തിന്റെ ആധാരത്തിലാണ്? അതിവിടെ നമ്മൾ പഠിക്കുന്നതിന്റെയും പുരുഷാർത്ഥത്തിന്റെയും ആധാരത്തിലാണ് നമുക്ക് അവിടെ അങ്ങനെ വ്യത്യസ്തത വരുന്നത്. അതാ ബാബ പറയുന്നത്.
ഹമാര ക്യാ പദ് ഹോഗ, നമുക്ക് ഏത് പദവിയായും ലഭിക്കുക എന്ന് ബാബ ചോദിക്കുക. നമുക്ക് എന്ത് പദവി? ഹം കിത്തിനി രുഹാനി സേവ കർത്തേ ഹൈ, അതായത് ബാബ ചോദിക്കുക, നമ്മൾ എത്രമാത്രം ആത്മീയ സേവനം ചെയ്യുന്നുണ്ട്. ബാപ്പ ബി പൂച്ചത്തേ ഹേ, ബാബ ഇതും ചോദിക്കുകയാണ്, എത്രമാത്രം നിങ്ങൾ ആത്മീയ സേവനം ചെയ്യുന്നുണ്ട്. ഏസേ നെഹി ബാബ അന്തർയാമി ഹേ, ഇതിങ്ങനെയൊന്നില്ല, ബാബ അന്തർയാമിയാണ്, അതായത് ബാബയ്ക്ക് എല്ലാവരുടെയും മനസ്സറിയുന്നവനാണ് എന്ന് പറയുള്ളൂ. ഈശ്വരൻ എല്ലാവരുടെയും മനസ്സിനെ അറിയുന്നു, അങ്ങനെയൊന്നുമില്ല എന്ന് പറയാ ബാബ. ബच्चे हर एक खुद समझ सकते हैं हम क्या कर रहे हैं, അതായത് കുട്ടികൾക്ക് ഓരോരുത്തർക്കും സ്വയം മനസ്സിലാക്കാൻ സാധിക്കും എന്ത്, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യും. അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ബാബയുടെ കുട്ടിയായതിനു ശേഷം നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം നമ്മൾ സേവനം ചെയ്യുന്നുണ്ട്, എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ നമുക്കറിയാം നമുക്ക് ഏത് പദവിയും കിട്ടുന്നുള്ളതും നമുക്കറിയാം. जरूर समझते होंगे पहले नंबर में सेवा तो यह दादा ही कर रहे हैं श्रीमद पर, അതായത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത്, നമ്പർ 1 സേവനം ചെയ്യുന്നത് ആരാണ്? ഈ ദാദയാണ്, ബ്രഹ്മ ബാബയാണ് നമ്പർ 1 സേവനം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ബാബ സേവനം ചെയ്യുന്നത്? ശ്രീമത്ത് പ്രകാരം, ശ്രീമത്ത് അനുസരിച്ചിട്ടാണ് ബാബ എല്ലാ സേവനം. ശ്രീമത്തിന് ഒരു ചുവട് ബാബ മാറി, എല്ലാം ശ്രീമത്ത് പ്രകാരം ബാബയാണ് നമ്പർ 1, ഇത് ബ്രഹ്മ ബാബയാണ് നമ്പർ 1 സേവനം ചെയ്യുന്നത് എന്ന് പറയാം. गड़ी गड़ी बाप समझ आते हैं, मीठे मीठे बच्चे अपने को आत्मा समझो, ദേഹ് അഭിമാൻ ചോടോ. ബാബ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അതായത് മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ദേഹ് അഭിമാൻ ചോടോ, ദേഹ അഭിമാനത്തെ നിങ്ങൾ ഉപേക്ഷിക്കൂ. നിങ്ങൾ ദേഹമാണെന്നുള്ള ബോധത്തെയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ എന്ന് ബാബ പറയാം. അത് ബാബ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ടെന്ന് പറയാം. ആത്മാ കിത്തന സമയ സമജത്തേഹേ, നിങ്ങൾ ആത്മാവാണെന്ന് എത്ര സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ബാബ ചോദിക്കാം. യഹ് പക്കാ കർണാ ഹേ ഹം ആത്മാ ഹേ, അത് നിങ്ങളിത് ഉറപ്പിക്കണം എന്ന് പറയാം, ഞങ്ങൾ ആത്മാക്കളാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കണം എന്ന് പറയാ ബാബ. ബാപ്പുക്കു യാദ് കർണാ ഹേ, ബാബയെ നമ്മൾ ഓർമ്മിക്കണം. ഇൻസേഹി ബേഡ പാർ ഹോത്താ ഹേ, ഇതിലൂടെയാണ്, അതായത് സ്വയം നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കണം, അത് നമ്മൾ ഉറപ്പിക്കണം. അതുപോലെ നമ്മൾ ബാബയെയും ഓർക്കണം, ബാബയെയും ഓർമ്മിക്കണം. ഇതിലൂടെ തന്നെയാണ് തോണി മറുകര കടക്കുക എന്ന് പറയാ ബാബ. യാദ് കർത്തേ കർത്തേ പുരാനി ദുനിയാ സേ നൈ ദുനിയാ മേം ചലേ ജായേംഗേ, ഓർമ്മിച്ചാണ് നമ്മൾ എന്തുണ്ടാകുന്നത്, ഈ പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് പോകുന്നത് ബാബയെ ഓർമ്മിച്ച്. അബി ബാക്കി തോടാ സമയേ, ഇനി ബാക്കിയത്തെ വളരെ കുറച്ച് സമയമേ ഇനി ബാലൻസ് ഉള്ളൂ എന്ന് പറയാ ബാബ. ഫിർ ഹം അപ്പനെ സുഖദാം മേം ചലേ ജായേംഗേ, അതിനുശേഷം നമ്മൾ എവിടേക്ക് പോകും? സുഖധാമത്തിലേക്ക് പോകും എന്ന് ബാബ പറയാം. മുഖ്യ രുഹാനി സേവാ ഹേ സബ്കോ ബാപ് കാ പരിചയ് ദേനാ, യഹ് ഹേ സബ്സേ സഹജ് ബാത്. ബാബ എന്താ പറയുന്നത്? മുഖ്യമായ ആത്മീയ സേവനം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാബയുടെ പരിചയം കൊടുക്കുക, അതാണ് മുഖ്യമായ ആത്മീയ സേവനം. ഇത് വളരെ സഹജമായ കാര്യമാണ് എന്ന് ബാബ പറയാം. സ്ഥൂൽ സർവീസ് കർണേ മേം ഭോജൻ ബനാനേ മേം ഭോജൻ ഖാനേ മേം ബി മെഹനത്തിലെത്തി ഹേ, സ്ഥൂലമായ സേവനം ചെയ്യുക, ഭോജനം ഉണ്ടാക്കുക, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ കുറച്ച് പരിശ്രമമുണ്ട് എന്ന് പറയാം ബാബ. ഇസ്മേത്തോ മെഹനത്തിക്ക് കോയി ബാത്തിനേക്ക്, ബാബ എന്നിട്ട് പറയും ഇതിലൊന്നും അധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സിർഫ് അപ്പനേക്കോ ആത്മാ സമജ്നാഹേ, കേവലം നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുക. അത് നമ്മളുടെ പക്കയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇത്രയും പരിശ്രമമായി തോന്നില്ല. അപ്പൊ നമുക്കറിയാം പരിശ്രമമായിട്ട് തോന്നുന്നുണ്ട് അർത്ഥം നമ്മൾ ആത്മാ എന്നുള്ള സ്റ്റേജ് നമ്മുടെ പക്കയായിട്ടില്ല. അത് പക്കയായി കഴിഞ്ഞാൽ ബാക്കി ബാബയുടെ ഏത് ശ്രീമതായാലും നമുക്ക് ഒന്നും ഒരു പരിശ്രമമായിട്ട് തോന്നില്ല. അതാ ബാബ പറയുന്നത്. ആത്മാ അവിനാശി ശരീർ വിനാശി ഹേ, ആത്മാവാണെങ്കിലോ അവിനാശിയാണ്, ശരീരം വിനാശിയുമാണ്. ആത്മാ ഹി സാരാ പാർട്ട് ബജാത്തി ഹേ, ആത്മാവ് തന്നെയാണ് മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നത്.
അതായത് ശരീരമല്ലല്ലോ, ആത്മാവാണല്ലോ അവിടെ പാർട്ട് അഭിനയിക്കുന്നത്. അതാ ബാബ പറയുന്നത്. യഹ് ശിക്ഷ ബാപ്പ് ഏക് ഹി ബാർ ആകർ ദേത്തെ ഹേ ജബ്കി വിനാശ് കാ സമയ് ഹോത്താ ഹേ. അപ്പൊ ഈ അറിവുകളെല്ലാം ബാബ നമുക്ക് എപ്പോഴാ തരുന്നത്? എപ്പോഴാണോ വിനാശത്തിന്റെ സമയമാകുന്നത് അപ്പോഴാണ് ബാബ വന്ന് നമുക്ക് ഈ അറിവുകളെല്ലാം തരുന്നത് എന്ന് പറയാ ബാബ. നൈ ദുനിയാ ഹേ ഹി ദേവി ദേവതാവോം കി. പുതിയ ലോകം എങ്ങനെയുള്ളതായിരിക്കും? ദേവി ദേവതമാരുടേതായിരിക്കും എന്ന് പറയാ ബാബ. ഉസ്മേം ജരൂർ ജാനാ ഹേ. നിങ്ങൾക്ക് അതിൽ തീർച്ചയായിട്ടും പോകണം. ബാക്കി സാരി ദുനിയാക്കോ ശാന്തിധാം ജാനാ ഹേ. അതായത് ബാക്കിയുള്ളവർക്കെല്ലാം എവിടെ പോകണം? ശാന്തിധാമത്തില്. യഹ് പുരാനി ദുനിയ രഹേങ്കി നെഹി. ഇനി ഇവിടെ ഈ പഴയ ലോകമേ ഉണ്ടാകുകയില്ല എന്ന് പറയാ ബാബ. തും നയി ദുനിയാമേം ഹോങ്കെ തോ പുരാനി ദുനിയാക്കി യാദ് ഹോഗി. ബാബ ചോദിക്കാണ്, നിങ്ങളിപ്പോ പുതിയ ലോകത്തിലേക്ക് പോയി എന്നിരിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് പഴയ ലോകം ഓർമ്മയുണ്ടാകുമോ? അവ ചോദിക്കാം. കുച്ച് ബി നഹി. ഓർമ്മയേ ഉണ്ടാകില്ല. നമുക്ക് ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് പോകുക തന്നെ നമുക്ക് പഴയ ജന്മം ഓർമ്മയുണ്ടാകില്ല. ഇത് നമ്മൾ ടോട്ടലി പഴയ ലോകത്തിൽ നിന്ന് തന്നെ പുതിയ ലോകത്തിലേക്ക്, ഇത്രയും വ്യത്യാസമാണല്ലോ. രാവും പകലും വ്യത്യാസം ഉണ്ടെന്ന് ബാബ പറയും. അപ്പൊ നമുക്ക് എന്തായാലും ഓർമ്മയുണ്ടാവില്ലല്ലോ. തും സ്വർഗമേം ഹി ഹോങ്കെ രാജ്യകർത്തേ ഹോങ്കെ. ഇത് നിങ്ങൾ സ്വർഗത്തിലായിരിക്കും, അവിടെ നിങ്ങൾ രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പറയാ ബാബ. യഹ് ബുദ്ധിമേം രഹനേസെ ഖുഷി ഹോത്തി ഹേ. ഇത് നിങ്ങൾ ബുദ്ധിയിൽ വെക്കുകയാണെങ്കിൽ, അല്ലെ, നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, അവിടെ നമ്മൾ രാജ്യം ഭരിക്കും, ഇതൊക്കെയുള്ള കാര്യങ്ങൾ ബുദ്ധിയിൽ വെക്കാൻ നമുക്ക് വളരെയധികം ലഹരിയായിരിക്കുമല്ലോ, വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുന്നു ബാബ പറയാം. സ്വർഗക്കോ അനേക നാം ദിയേ ജാത്തേ ഹേ. സ്വർഗത്തിന് ധാരാളം പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നരകക്കോബി അനേക നാം ദിയേ ഹുയേ ഹേ. അതായത് നരകത്തിനും അതുപോലെ ധാരാളം പേരുണ്ട്. പാപാത്മാവും കി ദുനിയ, ഹെൽ, ദുഃഖധാം, ഇതൊക്കെ നരകത്തിന്റെ പേരാണല്ലോ. അതായത് പാപ ആത്മാക്കളുടെ ലോകം എന്ന് പറയും, ഹെൽ എന്ന് പറയും, അതായത് ദുഃഖധാമം എന്ന് പറയും. സ്വർഗത്തിനും കുറെ പേരുണ്ട്, അതുപോലെ തന്നെ നരകത്തിനും പേരുകളൊക്കെ ഉണ്ടെന്ന് പറയാം ബാബ. അബി തും ബച്ചേ ജാൻതേ ഹോ ബേഹദ് കാ ബാപ് ഏക് ഹി ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് അറിയാൻ കഴിയും എന്താണ്? പരിധിയില്ലാത്ത അച്ഛൻ ഒന്ന് തന്നെയാണ്. കുട്ടികൾക്ക് അറിയാന്ന് പറയാം. ഹം ഉൻകെ സിക്കീലതേ ബച്ചേ ഹേ. ഞങ്ങൾ ആ ബാബയുടെ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികളാണ്. തോ ഏസേ ബാപ് സേ ലൗ ബി ബഹുത്ത് ഹോന ചാഹിയേ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അച്ഛനോട് നമുക്ക് എത്രമാത്രം സ്നേഹമുണ്ടായിരിക്കണം എന്ന് ബാബ പറയാ, അല്ലെ? നമ്മൾ ഇത്ര 5000 വർഷങ്ങൾ ആയി നമ്മൾ ബാബയ്ക്ക് കളഞ്ഞുപോയ നമ്മുടെ കുട്ടികൾ, നമ്മൾ ബാബയുടെ കുട്ടികളാണ്. കളഞ്ഞുപോയിട്ട് ബാബയ്ക്ക് തിരികെ കിട്ടിയ മക്കളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അച്ഛനോട് നമുക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിരിക്കണം എന്ന് ബാബ ചോദിക്കാം. ബാബക്കാബി ബഹുത്ത് ലൗഹേ ബച്ചോമേ. ബാബയ്ക്കും അങ്ങനെ തന്നെയാണ്, കുട്ടികളിൽ വളരെയധികം സ്നേഹമാണ്. ജോ ബഹുത്ത് സേവാ കർത്തേ ഹേ കാട്ടോം കോ ഫൂൽ ബനാത്തേ ഹേ. ആരാണോ വളരെയധികം സേവനം ചെയ്യുന്നത്, അതുപോലെ ആരാണോ മുള്ളുകളെയെല്ലാം പുഷ്പമാക്കി മാറ്റുന്നത്, അവരോടൊക്കെ ബാബയ്ക്ക് വളരെയധികം സ്നേഹമാണെന്ന് പറയാം ബാബ. മനുഷ്യസെ ദേവത ബൻതാഹേന. അപ്പൊ ബാബ പറയുന്നത് മനുഷ്യനിൽ നിന്നും ബാബ നമ്മളെ ദേവതയാക്കിയിട്ടല്ലേ മാറ്റുന്നത്. ബാബ് ഖുദ് നെഹി ബൻതേ ഹേ. ബാബ സ്വയം ഒന്നും ദേവതയായിട്ടൊന്നും മാറുന്നില്ലല്ലോ. ഹംകോ ബനാനെ ആയേ ഹേ. ബാബ നമ്മളെയാണ് ആക്കി മാറ്റുന്നതിന് വരുന്നത്. ബാബ വരുന്നത് നമ്മളെ ദേവതയാക്കി മാറ്റാനാണ്, നമ്മൾ കുട്ടികളെ ദേവതയാക്കി മാറ്റാനാണ് ബാബ വരുന്നത്. തോ അന്തർമേം ബഹുത്ത് ഖുഷി ഹോനി ചാഹിയേ. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ളിൽ എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. സ്വർഗമേം ഹം കോൻസാ പദ് പായെങ്കെ. സ്വർഗത്തില് നമ്മൾ ഏത് പദവിയാണ് നമ്മൾ നേടുക എന്ന് ചോദിക്കുക ബാബ. ഹം ക്യാ സേവാ കർത്തേ ഹേ. ഇത് നമ്മൾ എന്ത് സേവനമാണ് ചെയ്യുന്നത്? ഗർമേം നൗക്കർ ചാക്കർ ഹേ ഉൻകോ ഭി പഹ്ചാൻ ദേനി ഹേ. ഇപ്പൊ വീട്ടില് ജോലിക്കാരും വേലക്കാരൊക്കെ ഉണ്ടാകുമല്ലോ, അവർക്കും നമ്മൾ ബാബയുടെ പരിചയം കൊടുക്കണം എന്ന് പറയാം ബാബ. ജോ ഖുദ് കണക്ഷൻ മേം ആത്തേ ഹേ ഉൻകോ ശിക്ഷ ദേനി ഹേ. ഈ നമ്മളുടെ സ്വന്തം കണക്ഷനിൽ വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ നമ്മൾ ബാബയുടെ പരിചയം കൊടുക്കണം എന്ന് പറയാം, ഈ അറിവ് കൊടുക്കണം എന്ന് പറയാം ബാബ. സബ്കി സേവ കർണി ഹേന. നിങ്ങൾ എല്ലാവരുടെയും സേവനം ചെയ്യണ്ടേ എന്ന് ബാബ ചോദിക്കാം. ആരുടെയൊക്കെ? അബലാവും കി, ഗരീബും കി, ബിൽനിയും കി. ബാബ പറയുന്നത് അബലകളുടെ സേവനം, അതുപോലെ പാവപ്പെട്ടവരുടെ സേവനം, ആദിവാസികളുടെ സേവനം,
അതെല്ലാം ചെയ്യണമെന്ന് ബാബ പറയാം. ഖരീബ് തോ ബഹുത്ത് ഹേ വഹ സുധർ ജായേഗെ. അതായത് പാവപ്പെട്ടവരെല്ലാം ഒരുപാടുണ്ട്, അവരെല്ലാം അപ്പൊ എന്തായി മാറും? നന്നാവൂല്ലോ. ബാബയുടെ ഈ ജ്ഞാനം കിട്ടുമ്പോ അവരും നന്നായിക്കൊണ്ടിരിക്കും എന്ന് ബാബ പറയാം. പോയി പാപ് ആദി നെഹി കരയെങ്കിൽ പിന്നീട് അവര് പാപമൊന്നും ചെയ്യില്ല. ബാബയുടെ ജ്ഞാനം ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോ പിന്നീട് അവരിൽ നിന്ന് ഒന്നും പാപം ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. അവരെല്ലാം നന്നായിക്കൊണ്ടിരിക്കും. അതാ ബാബ പറയുന്നത്. നെഹി തോ പാപ കർമ്മ കർത്തേ രഹേങ്കി. അതല്ല, നിങ്ങൾ പരിചയമൊന്നും കൊടുത്തില്ലെങ്കിലോ അവര് ഈ പാപകർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും. ദേഖ്തേ ഹോ ജൂട്ട് ചോരി ബി കിത്നി ഹേ. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പൊ അസത്യങ്ങളും അതുപോലെ മോഷണങ്ങളും പല പല മോശമായ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ കാണുന്നില്ലേ ഈ ലോകത്തിൽ എന്ന് ചോദിക്കുക ബാബ. നൗക്കർ ലോക് ബി ചോരി കർലേത്തേ ഹേ. അതായത് ഈ വേലക്കാരും അവരും ഈ ഇതുപോലെ മോഷ്ടിക്കുന്നുണ്ട്. നെഹി തോ ഗർമേം ബച്ചേ ഹേ ലാൽ ക്യൂം ലഗായേ. അതായത് കുട്ടികളുണ്ടായിരിക്കും വീട്ടില്, പക്ഷെ അവർ കൂട്ടിയിടും. അതെന്തിനാ? അവര് ചെയ്യും, മോഷണം ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ കൂട്ടിയിടുന്നത്. പരന്തു ആജ്കൽ കെ ബച്ചേ ബി ചോർ ബൻ പഡ്തേ ഹേ. ഇന്നത്തെ കാലത്ത് കുട്ടികളും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കുന്നുണ്ടല്ലോ. അതാ ബാബ പറയുന്നത്. കുച്ചിന കുച്ച് ചിപ്പാക്കർ ഉടാലേത്തേ ഹേ. ചിലതൊക്കെ അവർ ഒളിപ്പിച്ച് എടുക്കുന്നുണ്ട്. കിസ്കോ ഭൂക്ക് ലഗ്തി ഹേ തോ ലാലച്ച് കെ കാരൺ ഖാ ലേത്തേ ഹേ. അപ്പൊ ചിലവർക്ക് ഇങ്ങനെ വിശക്കുമ്പോഴൊക്കെ എന്താണ് അവരതൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ എടുക്കും. അതാ ബാബ പറയുന്നത്. ആ ഒരു അത്യാഗ്രഹം വരികയാണ് അവർക്ക്, അത് കഴിക്കണം എന്നൊക്കെ. ലോബ് വാല ജരൂർ കുച്ച് ചോരി കർ കാത്താ ഹോഗ. അതായത് അവർക്ക് അത്യാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ഒളിപ്പിച്ചെടുത്തിട്ട് കഴിക്കും, മോഷ്ടിച്ച് കഴിക്കുമെന്ന് ബാബ പറയാം. യഹ് തോ ശിവബാബ കാ ഭണ്ഡാരാ ഹേ. ഇസ്മേൻ തോ പായി കി ബി ചോരി നെഹി കർണി ചാഹിയേ. ഇത് ശിവബാബയുടെ ഭണ്ഡാരമാണ്. ഇതിൽ നിന്നും ഒരു തരി പോലും നമ്മൾ മോഷണം എന്ന കാര്യം നമ്മൾ ചെയ്യരുത് എന്ന് പറയാ ബാബ. ബ്രഹ്മാത്തോ ട്രസ്റ്റി ഹേ. ബ്രഹ്മ ബാബ ട്രസ്റ്റിയാണ്. ബേഹദ് കാ ബാബ് ഭഗവാൻ തുമാരെ പാസ് ആയാ ഹേ. അതായത് പരിധിയില്ലാത്ത അച്ഛനായ ഭഗവാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഭഗവാൻ കെ ഗർമേം കബി കോയി ചോരി കർത്താ ഹോഗ. ഇത് ഈശ്വരന്റെ വീട്ടിലെ മോഷണം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും നിങ്ങൾ അവിടെ മോഷണം ചെയ്യരുത് എന്ന് ബാബ പറയാം. സ്വപ്ന മേംബി നെഹി. സ്വപ്നത്തിൽ പോലും, ചിലപ്പോ സ്വപ്നത്തിൽ വരുമല്ലോ അങ്ങനെ ഒരു, അതുപോലും സ്വപ്നത്തിൽ പോലും വരരുതെന്ന് പറയാം. ഭഗവാന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കൂ എന്നുള്ള കാര്യം. തും ജാൻതേ ഹോ ഊഞ്ചത്തെ ഊഞ്ച് ഹേ ശിവ ഭഗവാൻ. നിങ്ങൾ കുട്ടികൾക്കറിയാം ഉയർന്നതിലും ഉയർന്നതാണ് ശിവഭഗവാൻ. ഉൻകെ ഹം ബച്ചേ ഹേ. ആ ഭഗവാന്റെ കുട്ടികളാണ് നമ്മൾ എന്നുള്ളത്. തോ ഹംകോ ദൈവീക കർമ്മ കർണേ ചാഹിയേ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയായിരിക്കണം? ദൈവീക കർമ്മങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഉയർന്നതിലും ഉയർന്നതാണ് ശിവഭഗവാൻ. ആ ശിവഭഗവാന്റെ കുട്ടികളാണ് നമ്മളെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന കർമ്മം എങ്ങനെയായിരിക്കണം? ദൈവീക കർമ്മങ്ങളായിരിക്കണം എന്ന് പറയാ ബാബ. തും ചോരി കർണേ വാലോം കോ ബി ജയിൽ മേ ജാക്കർ ജ്ഞാൻ ദേത്തേ ഹോ. നിങ്ങൾ ഇപ്പൊ മോഷ്ടിക്കുന്നവര് എല്ലാം ജയിലിലുണ്ടായിരിക്കുമല്ലോ, ജയിലിൽ കിടക്കുന്നവരുണ്ടാവും, അവർക്കൊക്കെ നിങ്ങൾ ജ്ഞാനം കൊടുക്കുന്നില്ലേ? യഹാം ക്യാ ചോരി കരേങ്കി. ഇവിടെ നിങ്ങൾ എന്തായിരിക്കും? ബാബയുടെ വീട്ടിലെ നിങ്ങൾ എന്തായിരിക്കും മോഷ്ടിക്കുക? കബി ആം ഉടായ. ചിലപ്പോ നിങ്ങൾ വല്ല മാങ്ങയൊക്കെ എടുക്കും എന്ന് പറയാ ബാബ. കോയി ചീസ് ഉടാക്കർ കായേ യഹ് ബി ചോരി ഹേന. നിങ്ങൾ എന്ത് സാധനം എടുത്ത് കഴിച്ചാൽ ഇപ്പൊ ഒരു മാങ്ങയായിരിക്കും എടുക്കുന്നുണ്ടാകാം, അതാ ബാബ പറയണത്. പക്ഷെ എന്ത് ചെറിയ സാധനമായാലും അത് ചോദിക്കാതെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് മോഷണം തന്നെയല്ലേ എന്ന് ബാബ ചോദിക്കുക. കോയി ബി ചീസ് ബിഗർ പൂച്ചെ ഉഡാനി നെഹി ചാഹിയേ. ചോദിക്കാതെ നിങ്ങൾ ഒരു സാധനം പോലും എടുക്കരുത് എന്ന് പറഞ്ഞു. ഒന്നും, എന്ത് സാധനമായാലും നമ്മൾ അവിടെ നിമിത്തമായിട്ടുള്ളവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതിന് ബാബ നിമിത്തമാക്കി വെച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവരോട് ചോദിക്കും. കാരണം ബാബ ഒരു സാധനം പോലും നിങ്ങൾ ചോദിക്കാതെ എടുക്കും. ഹാത്ത് ബി നെഹി ലഗ്നാ ചാഹിയേ. അതായത് കൈകൊണ്ട് തൊടുക പോലും ചെയ്യരുത് എന്ന് പറയാ ബാബ. ശിവബാബ ഹമാര ബാപ്പ് ഹേ വഹ് സുൻതേ ഹേ. ശിവബാബ നമ്മളുടെ അച്ഛനാണ്, ആ അച്ഛനാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. ദേഖ്തേ ഹേ. അച്ഛനാണ് നമ്മളെ കാണുന്നതും കേൾപ്പിക്കുന്നതും എല്ലാം ആ ഭഗവാൻ അച്ഛനാണ്. പൂജ്തേ ഹേ ബച്ചോമേം കോയി അവഗുൺ തോ നഹി ഹേ. ബാബ ചോദിക്കുക, കുട്ടികളെ നിങ്ങളിൽ അവഗുണങ്ങളൊന്നും ഇല്ലല്ലോ?
അഗർ കോയി അവഗുൺ ഹേ തോ സുനാദോ. ബാബ പറയാണ്, ഇനി നിങ്ങളിൽ എന്തെങ്കിലും അവഗുണമുണ്ട് എങ്കിൽ നിങ്ങൾ അതെന്നെ കേൾപ്പിക്കൂ. ദാൻ മേം ദേദോ, നിങ്ങൾ എനിക്ക് ദാനം നൽകൂ. ബാബ എപ്പോഴും പറയാറില്ലേ, നിങ്ങളിലെ അവഗുണങ്ങൾ നിങ്ങൾ എനിക്ക് ദാനം നൽകൂ. ബാബ എപ്പോഴും പറയാറില്ല. ദാൻ മേം ദേക്കർ ഫിർ കോയി അവജ്ഞ കരേങ്കെ തോ ബഹുത്ത് സജായേം കായേങ്കെ. ഇനി നിങ്ങൾ ദാനം നൽകിയിട്ട് പിന്നീട് നിങ്ങൾ അവജ്ഞ ചെയ്യുകയാണെങ്കിൽ ബാബ പറയുന്നത് ഒരുപാട് ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചോരിക്ക് ആദത്ത് ബഹുത്ത് ബുരി ഹോത്തി ഹെ. ഈ മോഷ്ടിക്കുക എന്ന് പറയുന്ന ശീലമുണ്ടല്ലോ, ഇത് വളരെ മോശപ്പെട്ട ശീലമാണെന്ന് ബാബ പറയാം. സമജോ കോയി സൈക്കിൾ ഉടാത്തേ ഹേ പക്കടത്തേ ജാത്തേ ഹേ. ഇത് മനസ്സിലാക്കാൻ പറയാ. ചിലര് സൈക്കിളൊക്കെ എടുത്തു കൊണ്ടുപോകും, പിന്നീട് അത് പിടിക്കപ്പെടും. कोई दुकान में गए बिस्किट का डिब्बा छिपा लिया या कोई छोटी छोटी चीजें छिपा लेते हैं. ചിലരാണെങ്കിലോ ഈ കടകളിലൊക്കെ പോയിട്ട് അവിടെ ബിസ്ക്കറ്റിന്റെ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുവരും. അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന പറയാ. ദുക്കാൻ വാലെ ബഡി സംഭാലത്തേക്ക്, അതായത് കടക്കാരനാണെങ്കിലോ അത് വളരെയധികം സംരക്ഷിച്ച് വെക്കുന്നതായിരിക്കുമല്ലോ. तो यह भी बहुत बड़ी गवर्नमेंट है. ഇതും വളരെ വലിയ ഒരു ഗവൺമെന്റ് ആണെന്ന് പറയാം. പാണ്ഡവ ഗവൺമെന്റ് അപ്പന ദൈവിക രാജ്യ സ്ഥാപൻ കർ രഹി ഹെ. പാണ്ഡവ ഗവൺമെന്റ് തങ്ങളുടെ ദൈവിക രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാപ്പ് കഹത്തെ ഹെ മേ തോ രാജ്യ നഹി കർത്ത. ബാബ എന്താ പറയുന്നത്, ഞാൻ രാജ്യമൊന്നും ഭരിക്കില്ല എന്ന് പറയാ ബാബ. തും പാണ്ഡവ ഹി രാജ്യ കർത്തേ ഹോ. നിങ്ങൾ പാണ്ഡവരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയാ ബാബ. ഉനോനെ ഫിർ പാണ്ഡവപതി ശ്രീകൃഷ്ണക്കോ കഹ് ദിയാ ഹേ. പിന്നീട് അവരെന്ത് പറഞ്ഞു, പാണ്ഡവപതിയായിട്ട് അവരാരെ മാറ്റി, ശ്രീകൃഷ്ണനെ പാണ്ഡവപതിയാക്കി എന്ന് പറയാം. അപ്പൊ ബാബ ചോദിക്കുക, പാണ്ഡവ പിതാ കോൻ ഹേ. പാണ്ഡവരുടെ പിതാവ് ആരാണ്? തും ജാൻതേ ഹോ മാൻ സാമനെ ബൈഠേ ഹേ. അപ്പൊ നിങ്ങൾക്കറിയാം, മുന്നിലിരിക്കുന്നുണ്ട് അല്ലെ, മുന്നിലിരിക്കുന്ന തന്നെയാണല്ലോ പാണ്ഡവരുടെ പിതാവ്. हर एक अंदर में समझ सकते हैं हम कितने बाबा की क्या सेवा करते हैं. അതായത് ബാബ പറയാണ്, ഓരോരുത്തർക്കും ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിയും ഞങ്ങൾ ബാബയുടെ എത്രമാത്രം സേവനം ചെയ്യുന്നുണ്ട്. ഇത് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ബാബ പറയാം. ബാബ ഹംകോ വിശ്വ की बादशाही दे खुद वानप्रस्थ में चले जाते हैं. ബാബ എന്താ ചെയ്യുന്നത്, നമ്മൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകിയിട്ട് സ്വയം ബാബ വാനപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. കിത്തനി നിഷ്കാം സേവ കർത്തേ ഹേ. ബാബ എത്ര നിഷ്കാമമായ, അല്ലെ, ബാബ ഒന്നും തിരിച്ചാഗ്രഹിക്കില്ല, നിഷ്കാമ സേവധാരിയാണ്. ഇതാണ് ബാബ വളരെ എത്ര നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്. സബ് സുഖി ഓർ ശാന്ത് ഹോ ജാത്തേ ഹേ. എല്ലാവരും സുഖികളും ശാന്തരും ഒക്കെ ആയിട്ട് മാറുക എന്ന് ബാബ പറയാം. വഹത്തോ സിർഫ് കഹത്തേ ഹേ വിശ്വമേം ശാന്തി ഹോ. പുറമേയുള്ളവർ പറയും ആ വിശ്വത്തില് ശാന്തി വേണം എന്നൊക്കെ പറയും. ശാന്തിക്ക് പ്രൈസ് ദേത്തേ രഹത്തേ ഹോ. ശാന്തിയുടെ സമ്മാനങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഹാം തും ബച്ചേ ജാൻതേ ഹോ ഹംകോ തോ ബഹുത്ത് ഭാരി പ്രൈസ് മിൽത്തി ഹേ. ഇവിടെ നിങ്ങൾ കുട്ടികൾക്കറിയാം, ഞങ്ങൾക്ക് വളരെ വലിയ പ്രൈസാണ് കിട്ടിയിരിക്കുന്നത്. ജോ അച്ചി സർവീസ് കർത്തേ ഹേ ഉൻകോ ബഡി പ്രൈസ് മിൽത്തി ഹേ. ആരാണോ നല്ല രീതിയിൽ സേവനം ചെയ്യുന്നത് അവർക്ക് വളരെ വലിയ സമ്മാനം കിട്ടുന്നു എന്ന് പറയാ ബാബ. ഊഞ്ച് സേവാ ഹേ ബാപ്പ് കാ പരിചയ ദേന. ഏറ്റവും ഉയർന്നതിലും ഉയർന്ന സേവനം എന്താണ്? ബാബയുടെ പരിചയം കൊടുക്കുക. യഹ്തോ കോയി ബി കർ സക്തേ ഹേ. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാലോ. ബാബയുടെ കുട്ടിയായിട്ട് മാറിയിട്ടുള്ള ഏതൊരാത്മാവിനും ചെയ്യാൻ പറ്റുന്ന ഒരു സേവനമാണ് ബാബയുടെ പരിചയം കൊടുക്കുക എന്നുള്ളത്. ബച്ചോം കോ യഹ് ബന്ന ഹേ തോ സേവാ ബി കർണി ചാഹിയേ. അതായത് കുട്ടികൾക്ക് ഇതായി മാറണമെങ്കിൽ, അതായത് ആരായിട്ട് മാറണ്ടേ, നമുക്ക് ദേവതയായിട്ട് മാറണമെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? സേവനം ചെയ്യണ്ടേ എന്ന് ചോദിക്കുക ബാബ. ഇൻകോ ദേക്കോ യഹ് ബി ലൗകിക് പരിവാർ വാലാ ദാന. ഇനി ബ്രഹ്മബാബയെ നോക്കാൻ പറയാം ബാബ. അതായത് ഈ ബ്രഹ്മബാബയും ലൗകിക പരിവാരത്തിലേത് തന്നെ ആയിരുന്നില്ലേ? ഇൻസെ ബാബാനെ കരായ. ഇദ്ദേഹത്തെ കൊണ്ട് ബാബ ചെയ്യിച്ചു. ഇൻമേം പ്രവേശ് കർ ഇൻകോ ബി കഹത്തെ ഹേ തോ തുംകോ ബി കഹത്തെ ഹേ കി യഹ് കരോ. അതായത് ബ്രഹ്മബാബയിൽ പ്രവേശിച്ചിട്ട്
ശിവബാബ ബ്രഹ്മബാബയോടും പറയും, അതുപോലെ നമ്മളോടും പറയും, ഇങ്ങനെയൊക്കെ ചെയ്യൂ, ഇതുപോലെയൊക്കെ ചെയ്യൂ എന്നുള്ളത്. ഹംകോ കൈസേ കഹേംഗെ ഹമാരെ മേം പ്രവേശ് ഹോക്കർ കരാത്തേ ഹേ. ഇത് നമ്മളെ കൊണ്ട് നമ്മളോട് എങ്ങനെയാ പറയാൻ ചോദിക്കുക ബാബ. അതായത് നമ്മളിൽ പ്രവേശിച്ചിട്ട് ബാബ അത് ചെയ്യിപ്പിക്കുന്നു. കാരണം കരൺ കരാവൻഹാർ ഹേന, ബാബയെ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്നാണ് ബാബ പറയുന്നത്. അപ്പൊ ഓരോ കുട്ടികളെ കൊണ്ടും ബാബ ചെയ്യിക്കുകയാണ്. ബൈട്ടെ ബൈട്ടെ കഹാ യഹ് ചോടോ യഹ് തോ ചീ ചീ ദുനിയാ ഹേ ചലോ വൈകുണ്ഠ. ബാബ ഇങ്ങനെ ഇരുന്നിരുന്ന് എന്തൊക്കെ പറയാ ബാബ, അതായത് ഇതിനെയെല്ലാം ഉപേക്ഷിക്കും, ഇതെല്ലാം വളരെ മോശമായ ലോകമാണ്, ഇതിനെയെല്ലാം വിടും. ഇപ്പൊ നമുക്ക് എവിടെ പോകണം? വൈകുണ്ഠത്തിൽ പോകണം, വൈകുണ്ഠത്തിൽ പോകാം. അപ്പൊ വൈകുണ്ഠക്ക മാലിക് ബന്നാഹേ, ഇപ്പൊ നിങ്ങൾക്ക് വൈകുണ്ഠത്തിന്റെ അധികാരിയായിട്ടാണ് മാറേണ്ടത് എന്ന് ബാബ പറയാം. ബസ് വൈരാഗ്യ ആകയ, അതായത് ബ്രഹ്മബാബയുടെ ശരീരത്തിലേക്ക് ശിവബാബ പ്രവേശിച്ചിട്ട് പറഞ്ഞു ഇത് മോശമായ ലോകമാണ്, ഇതിനെല്ലാം ഉപേക്ഷിക്കും. ഇപ്പൊ നമുക്ക് എവിടെ പോകണം? വൈകുണ്ഠത്തിൽ. അപ്പൊ ആ വൈകുണ്ഠത്തിന്റെ മാലിക്കാവണം, നിങ്ങൾ വൈകുണ്ഠത്തിന്റെ അധികാരിയായിട്ട് മാറേണ്ടതാണ്. ഇത് കേട്ടതോടുകൂടി വൈരാഗ്യം ആർക്ക്? ബ്രഹ്മബാബയ്ക്ക്. സബ് സമജത്തെ थे इनको क्या हुआ है. ആ സമയത്ത് എല്ലാവർക്കും തോന്നി ഇദ്ദേഹത്തിന് ഇത് എന്തു പറ്റി? ഇത്തന അച്ഛാ ജബർദസ്ത് ഫായദേ വാല വ്യാപാരി യഹ് ക്യാ കർത്തേ ഹേ. പറയാണ് ഇത്രയും വളരെ നല്ല സമർത്ഥനായിട്ടുള്ള വ്യാപാരിയല്ലായിരുന്ന ബ്രഹ്മബാബ. ഈ ബ്രഹ്മബാബ ഇത് എന്താണ് ചെയ്യുന്നത്? അങ്ങനെ തോന്നി മറ്റുള്ളവർക്ക്. പത്താ തോടെ ഹി ദാക്കി യഹ് ക്യാ ജാക്കർ കരേങ്കെ. ഇത് അറിയുവാനേ കഴിയുന്നില്ല, ഇദ്ദേഹം പോയിട്ട് ഇത് എന്തൊക്കെയാ ചെയ്യുന്നത്. ഇത് ശിവബാബ പ്രവേശിച്ചപ്പോ ബ്രഹ്മബാബയില് വളരെയധികം മാറ്റങ്ങളായിരുന്നു പെട്ടെന്ന് തന്നെ. അപ്പൊ എല്ലാവർക്കും ഇത് എന്താ ഇദ്ദേഹത്തിന് പറ്റിയത്, ഇദ്ദേഹം ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് തോന്നിയ മറ്റുള്ളവർ. ചോടന പോയി ബഡി ബാത്ത് തോടേഹി നെഹി. അതായത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് ബാബ പറയാം. ബസ് സബ് കുജ് ത്യാഗതിയ, എല്ലാം ത്യാഗം ചെയ്തു ബ്രഹ്മബാബ. ഓർ സബ്കോ ബി ത്യാഗ് കരായ, മറ്റുള്ളവരെ കൊണ്ടും ത്യാഗം ചെയ്യിച്ചു. ബച്ചി കോ ബി ത്യാഗ് കരായ, കുട്ടിയെ കൊണ്ടും ചെയ്യിച്ചു. ബാബയുടെ മക്കളുണ്ടല്ലോ, ലൗകിക പരിവാരത്തിലെ മക്കളുണ്ടല്ലോ, അവരെ കൊണ്ടും ബാബ ചെയ്യിച്ചു ത്യാഗം. അബ് യഹ് രുഹാനി സേവ കർണി ഹേ സബ്കോ പവിത്ര ബനാന ഹേ. ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഈ ആത്മീയ സേവനമാണ്, എല്ലാവരെയും പവിത്രമാക്കി മാറ്റണം. സബ് കർത്തേ ദേ ഹം ജ്ഞാൻ അമൃത് പീനെ ജാത്തേ ഹേ. എല്ലാവരും എന്താ പറയുമായിരുന്നത്? ആദ്യമൊക്കെ എന്താ പറയാ? ഞങ്ങള് ജ്ഞാനാമൃതം കുടിക്കാൻ പോവുകയാണ്. നാം മാതാക്കാലേത്തേ ദേ, കൂടുതലും അമ്മമാർക്ക് തന്നെയായിരുന്നു പ്രശസ്തി ഉണ്ടായിരുന്നത്. ഓം രാധ കെ പാസ് ജ്ഞാനാമൃത് പീനെ ജാത്താ ഹേ. ഞങ്ങള് ഓം രാധയുടെ, അതായത് മമ്മയല്ലേ ഓം രാധ, മമ്മയുടെ അടുത്ത് ഞങ്ങള് ജ്ഞാനാമൃതം കുടിക്കാൻ പോവുകയാണ്. കിസ്നെ യഹ് യുക്തി രചി. ആരാണ് ഈ യുക്തി രചിച്ചത്? ശിവബാബാനെ ഇൻമേം പ്രവേശ് കർ കിത്നി അച്ചി യുക്തി രചി. ശിവബാബ ബ്രഹ്മബാബയിൽ പ്രവേശിച്ച് എത്രയെത്ര യുക്തികളാണ് രചിക്കുന്നത് എന്ന് ബാബ പറയാം. ജോ കോയി ആയേഗ ജ്ഞാനാമൃത് പിയേ. ആരൊക്കെ ഇവിടെ വരുന്നുണ്ടോ അവരെല്ലാം ജ്ഞാനാമൃതം കുടിക്കും. യഹ് ബി ഗായൻ ഹേ അമൃത് ചോട് വിഷ് കാഹേ കോ ഖായേ. അതായത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ജ്ഞാനാമൃതത്തെ ഉപേക്ഷിച്ച്, അതായത് അമൃതം ഉപേക്ഷിച്ചിട്ട് വിഷം കുടിക്കുക എന്നുള്ളൊരു ഗീതമുണ്ടെന്ന് പറയാം. ബാബ പറയാണ് വിഷ് ചോട് ജ്ഞാനാമൃത് പീക്കർ പാവൻ ദേവത ബന്നാഹേ. അതായത് ബാബ പറയാണ് നിങ്ങൾ വിഷത്തെ ഉപേക്ഷിച്ച് ജ്ഞാനാമൃതം കുടിച്ച് നിങ്ങളെ പാവനമായിട്ട് മാറി ദേവതയായിട്ട് മാറണം എന്ന് പറയാ ബാബ. ശുരൂമേ യഹ് ബാത്ത് ദി. തുടക്കത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കോയി ബി ആത്താതാത്തോ ഉൻകോ കഹ്തേ ദേ പാവൻ ബനോ. ഇനി ആരൊക്കെ അന്ന് വന്നിരുന്നുവോ അവരൊക്കെ വരുമ്പോ എന്താ പറയാ അവരോട്? പാവനമായിട്ട് മാറണം. അമൃത് പീനാഹേത്തോ വിഷുക്കോ ചോടുതാനാഹേ. നിങ്ങൾക്ക് അമൃതം കുടിക്കണോ, നിങ്ങൾ വിഷത്തെ ഉപേക്ഷിക്കണം. അല്ലാതെ രണ്ടും കൂടി ഒരുമിച്ചിരിക്കില്ല എന്ന് പറയില്ലേ പാത്രത്തില്. അതായത് അമൃതവും വിഷവും ഒരുമിച്ചിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ജ്ഞാനാമൃതം കുടിക്കണോ, നിങ്ങൾ വിഷത്തെ ഉപേക്ഷിക്കണം, നിങ്ങൾ പവിത്രമായിട്ട് മാറണം എന്ന് പറയാറുണ്ട്. പാവൻ വൈകുണ്ഠ മാലിക് ബന്നാ ഹേ തോ ഏക് കോ ഹി യാദ് കർണാ ഹേ. പാവനമായ വൈകുണ്ഠത്തിന്റെ അധികാരിയായിട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരാളെ മാത്രം ഓർമ്മിക്കണം.
തോ ജരൂർ ജഗഡ ചലേഗാന. അങ്ങനെ പറയുമ്പോ എന്തായാലും അവിടെ ഒരു പ്രശ്നങ്ങളും വഴക്കൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് ബാബ പറയാം. ശുരു കി ഗിറ്റ് പിറ്റ് അബീ തക് ചൽത്തിയായി ഹേ. തുടക്കത്തിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നല്ലോ യജ്ഞത്തില്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. അബലാവോ പർ കിത്തിനെ അത്യാചാർ ഹോത്തേ ഹേ. അബലകളുടെ മേല് എത്രമാത്രം അത്യാചാരമാണ് നടക്കുന്നത്. ജിത്തനാ തും ബഹുത് പക്കേ ഹോത്തെ ജായേംഗെ ഫിർ സമझेंगे പവിത്രത തോ അച്ചി ഹേ. ബാബ പറയാണ്, എത്രമാത്രം നിങ്ങള് വളരെ നല്ല എന്താ പറയാ പക്കയായി മാറാന്ന് പറയില്ലേ, വളരെ എന്താ പറയാ ഉറപ്പോട് കൂടിയിട്ട് നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും പവിത്രത എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളത്. നിങ്ങൾക്ക് പോകെ പോകെ നല്ല പക്കയായിട്ട് വേണം പോകാൻ. അപ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലാകും പവിത്രത വളരെ നല്ലൊരു കാര്യമാണ്. ഉൻകെ ലിയേ ഹി പുകാർത്തേ ഹേ ബാബ ആകർ ഹംകോ പാവൻ ബനാവോ. അതിനുവേണ്ടി തന്നെയാണല്ലോ നമ്മൾ ഭക്തി മാർഗത്തിൽ വിളിച്ചിരുന്നത്. ഭഗവാനെ വരൂ, ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വിളിച്ചിരുന്നത് എന്തിനാണ്? അതിന് തന്നെയാണ്, പവിത്രമായിട്ട് മാറാൻ തന്നെയാണ്. പഹലെ തുമാരേ ബി ക്യാരക്ടർ ക്യാദേ. മുൻപ് നിങ്ങളുടെയും സ്വഭാവം എന്തായിരുന്നു എന്ന് ബാബ ചോദിക്കുക. നമുക്ക് ഓരോരുത്തർക്ക് അറിയാലോ ബാബയെ കിട്ടുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു നമ്മളുടെ ക്യാരക്ടർ. അബി ക്യാ ബൻ രഹേ ഹോ. ഇപ്പൊ നമ്മൾ എന്തായി മാറി? നമ്മൾ ചെക്ക് ചെയ്യണം, ബാബയെ കിട്ടുന്നതിന് മുൻപ് എന്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരുന്നു, ബാബനെ കിട്ടിയതിന് ശേഷം ഞാൻ എന്തെല്ലാം എന്നിൽ മാറ്റങ്ങൾ വന്നു. ആകെ തോ ദേവതാവോം കെ ആകെ ജാക്കർ കർത്തേ ദേ ഹം പാപി ഹേ. മുന്നൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു? ദേവതമാരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പറയും, എന്താണ്, അങ്ങ് സർവഗുണസമ്പന്നനാണ്, ഞങ്ങൾ പാപികളാണ് എന്ന് പറയുമായിരുന്നല്ലോ എന്ന് ചോദിക്കുക ബാബ. അബ് ऐसे नहीं कहेंगे क्योंकि तुम जानते हो हम अभी यह बन रहे हैं. ഇപ്പൊ നമ്മൾ അങ്ങനെയൊന്നും പറയില്ല അല്ലെ. ഇപ്പൊ ദേവതമാരുടെ മുന്നിൽ പോയിട്ട് ഞങ്ങൾ പാപികളാണെന്ന് പറയില്ലല്ലോ. കാരണം നമുക്ക് മനസ്സിലായി ആ ദേവത ഞാൻ തന്നെയാണ് ആ ദേവതയായി മാറേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. ബാബ വന്ന് നമുക്ക് അതെല്ലാം മനസ്സിലാക്കി തന്നു. ബच्चों को अपने से पूछना चाहिए हम कहां तक सेवा करते हैं. അതായത് ബാബ പറയാണ്, കുട്ടികൾ ഓരോരുത്തരും സ്വയത്തോട് ചോദിക്കണം, ഞങ്ങൾ എത്രമാത്രം സേവനം ചെയ്യുന്നുണ്ട്. ജൈസെ ഭണ്ഡാരി ഹേ തുമാരേ ലിയേ കിത്തനി സേവ കർത്തി ഹേ. എങ്ങനെയാണോ ഭണ്ഡാരി നിങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സേവനം ചെയ്യുന്നത്. ഭണ്ഡാരി എന്ന് പറയുമ്പോൾ അറിയാലോ അടുത്ത് ബാബ, ഇത് അത്രയും സേവനം അവിടെ നടക്കുന്നുണ്ട്. കിത്തന ഉൻകാ പുണ്യ ബൻതാ ഹേ. അവരുടെ എത്രമാത്രം പുണ്യമാണ് അവരുണ്ടാക്കുന്നത്. ബഹുത്തോം കി സേവ കർത്തിയില്ലേ. എത്ര പേരുടെ സേവനം അല്ലെ. ഓരോ ദിവസവും അതുപോലെ എത്രമാത്രം ആളുകൾ വരുന്നു. അപ്പൊ എത്ര ആളുകളുടെ സേവനമാണ് അവിടെ നടക്കുന്നത്. തോ സബ്കി ആശീർവാദ് ഉൻ പർ ജാതേ ഹേ. എല്ലാവരുടെയും ആശീർവാദം അവരിലേക്ക് പോകില്ലേ. കാരണം അത്രമാത്രം അവിടെ സേവനം ഭണ്ഡാരിയിൽ നടക്കുന്നുണ്ട്. ബഹുത്ത് മഹിമ ലിഖ്തി ഹേ. വളരെയധികം മഹിമകളും എഴുതുന്നുണ്ട് ഭണ്ഡാരിയെ കുറിച്ച്. ഭണ്ഡാരി കി തോ കമാൽ ഹേ. ഭണ്ഡാരി എന്ന് പറയുന്നത്, ബാബയുടെ ഭണ്ഡാരി എന്ന് പറയുന്നത് അത്ഭുതമാണ് എന്ന് ബാബ പറയാം. യഹ് തോ ഹുയി സ്ഥൂൽ സർവീസ്. ഇത് സ്ഥൂലമായ സർവീസാണ്. ഭണ്ഡാരിയിലത്തെ സേവനം എന്ന് പറയുമ്പോൾ സ്ഥൂലമായ സർവീസ് ആണല്ലോ. സൂക്ഷ്മ ബി കർണി ചാഹിയെ. സൂക്ഷ്മ സേവനവും നിങ്ങൾ ചെയ്യണമെന്ന് ബാബ പറയാം. ബച്ചേ കർത്തേ ഹേ ബാബ യഹ് 5 ബൂത് ബഡേ തീക്കേ ഹേ ജോ യാദ് മേം രഹനെ നഹീ ദേത്തേ ഹേ. അപ്പൊ കുട്ടികൾ പറയുന്ന ബാബയുടെ അടുത്ത്, ബാബ ഈ 5 ഭൂതങ്ങൾ വളരെ തീവ്രമാണ്, ഇത് ഞങ്ങളെ ഓർമ്മയിൽ ഇരിക്കാനേ അനുവദിക്കില്ല എന്ന് പറയാം. കുട്ടികൾ ബാബയുടെ അടുത്ത് പരാതി പറയും, ബാബ ഈ 5 വികാരങ്ങള് അത്രയ്ക്കും തീവ്രമാണ്, ഞങ്ങളെ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാനേ ഇത് അനുവദിക്കുന്നില്ല. അപ്പൊ ബാബ പറയാണ്, ബാബ കഹത്തെ ഹേ ബച്ചേ ശിവ ബാബ കോ യാദ് കർ ഭോജൻ ബനാവോ. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ ശിവബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കൂ. ഏക് ശിവബാബ കെ സിവായി ഓർ കോയി ഹേ നഹി. ഒരേ ഒരു ശിവബാബയല്ലാതെ മറ്റാരും തന്നെ ഇല്ല. ആ ഒരു അവസ്ഥയിൽ ബാബയുടെ ഓർമ്മയിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കൂ. വഹി സഹായത കർത്തേ. അപ്പൊ ബാബ നമ്മളെ സഹായിക്കും. ഈ 5 ഭൂതങ്ങൾ നമ്മളെ തീവ്രമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കണം എന്ന് പറയുമ്പോ ബാബയാണ് നമ്മളെ അവിടെ സഹായിക്കുക. വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മളെ ബാബ സഹായിക്കും. ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല. ആ ഒരു സ്ഥിതിയിൽ വേണം നമ്മൾ.
ഗായൻ ബി ഹേന ശരൺ പടി മേ തേരെ. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അതായത് ഞാൻ അങ്ങയുടെ ശരണം നേടി എന്ന് പറഞ്ഞ്. സത്യയുഗമേം തോടെ ഹി ഏസേ കഹേങ്കെ, സത്യയുഗത്തിൽ ഇങ്ങനെ ഒന്നും പറയില്ല എന്ന് പറയാം. അബി തും ശരൺ മേം ആയേ ഹോ, ഇപ്പൊ നിങ്ങൾ ബാബയുടെ ശരണത്തിലേക്ക് വന്നു കഴിഞ്ഞു. കോയി കോ ഭൂത് ലഗ്തേ ഹേ തോ ബഹുത് പീഡിത് കർത്തേ ഹേ, ഇനി ആരിലെങ്കിലെല്ലാം ഭൂതം പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെയധികം പീഡിപ്പിക്കും അല്ലെ. വഹ് അശുദ്ധ സോൾ ആതി ഹേ, അതായത് വളരെ അശുദ്ധമായിട്ടുള്ള ആത്മാവായിട്ടാണ് വരുന്നത്. തുമാരേക്കോ കിത്തിനെ ഭൂത് ലഗേ ഹുയേ ഹേ, നിങ്ങളിൽ എത്രമാത്രം ഭൂതങ്ങളുണ്ടെന്ന് ചോദിക്കുക ബാബ. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, യഹ് ഭൂത് തുമാരേക്കോ ബഹുത് പീഡിത് കർത്തേ ഹേ, ഈ ഭൂതങ്ങളെല്ലാം നമ്മളെ വളരെയധികം നമ്മളെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് പറയാ ബാബ. വഹ് അശുദ്ധ സോൾത്തോ കോയി കോയിക്കോ തങ്ക് കർത്തി ഹേ, അശുദ്ധാത്മാവാണെങ്കിൽ മറ്റുള്ളവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കും എന്ന് പറയാ ബാബ. തുംകോ പതാ ഹേ യഹ് 5 ഭൂത് തോ 2500 വർഷ സേ ചലത്തെ ആ രഹേ ഹേ, അതായത് 2500 വർഷങ്ങളായിട്ട് ഈ 5 ഭൂതങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ദുനിയയിൽ. തും കിത്തനെ തങ്ക് ഹോ പടേ ഹോ, നിങ്ങൾ എത്ര മാത്രമാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്. ഇൻ 5 ഭൂതോനെ കങ്കാൾ ബനാദിയാ ഹേ, ഈ 5 ഭൂതങ്ങൾ നിങ്ങളെ അത്രയ്ക്കും ദരിദ്രമായ അവസ്ഥയിൽ എത്തിച്ചു എന്ന് പറയാ ബാബ. ദേഹ അഭിമാൻ കാ ഭൂത് ഹേ നമ്പർ 1, ദേഹ അഭിമാനം, അതായത് ഞാൻ ആത്മാവാണെന്നുള്ള ചിന്തയെ പോയിട്ട് ഞാൻ ദേഹമാണെന്നുള്ള ചിന്ത, ദേഹാഭിമാനമാണ് നമ്പർ 1. പിന്നീട് ദേഹമാണെന്നുള്ള ചിന്ത വന്നപ്പോഴാണ് പിന്നീടുള്ള 5 ഭൂതങ്ങൾ വന്നിട്ടുള്ളത്. കാമ്പി ബഡ ഭൂത് ഹേ, കാമവും അതിൽ വളരെ വലിയ ഭൂതം തന്നെയാണ് എന്ന് ബാബ പറയാം. ഉനോനെ തുംകോ കിത്തന സതായാ ഹേ യഹ് ഭി ബാപ്നെ ബത്തലായാ ഹേ, ആ ഭൂതങ്ങളെല്ലാം നിങ്ങളെ എത്രമാത്രമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതെല്ലാം നമുക്ക് ബാബ മനസ്സിലാക്കി തന്നു. കൽപ്പ കൽപ്പ തുംകോ യഹ് ഭൂത് ലഗ്തേ ഹേ, ഈ കൽപ്പം നിങ്ങളെ ഭൂതം പിടിക്കുന്ന ബാബ പറയാ. യഥാ രാജാ റാണി തഥാ പ്രജ സബ്കോ ഭൂത് ലഗാ ഹുവാ തോ ഹുവാ ഹേ. ബാബ പറയുന്നത് എങ്ങനെയാണോ രാജാവും റാണിയും അതുപോലെ പ്രജ അല്ലെ. രാജാവും റാണിയെയും ഭൂതം പിടിച്ചാൽ പ്രജയെയും ഭൂതം പിടിക്കും. രാജാവും റാണിയും സദോ പ്രധാനമായിട്ടിരിക്കുമ്പോൾ പ്രജകളും അങ്ങനെയായിരിക്കും. അപ്പൊ ഇതാ ബാബ പറയുന്നത്, അപ്പൊ എങ്ങനെയാണോ രാജാവും റാണിയും അതുപോലെ തന്നെ പ്രജകളെ എല്ലാവരെയും ഭൂതം പിടിച്ചിരിക്കാന്ന് പറയാം. തോ ഇസ്സേ ഭൂതോം കി ദുനിയാ കഹേങ്കെ, അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് എന്താ പറയാ, ഭൂതങ്ങളുടെ ലോകം. രാവണ രാജ്യമാന ആസുരീയ രാജ്യം. രാവണ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ആസുരീയ രാജ്യമാന്ന് പറയാ ബാബ. സത്യയുഗ ത്രേതാമേം ഭൂത് ഹോത്തേ നഹി, സത്യത്രേതായുഗത്തിലൊന്നും ഇങ്ങനെയുള്ള ഭൂതങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ബാബ പറയാ. ഏക് ഭൂത് ബി കിത്തനാ തങ്ക കർ ദേത്തേ ഹേ, ഒരു ഭൂതം തന്നെ നിങ്ങളെ എത്ര മാത്രമാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ബാബ ചോദിക്കാം. ഇൻകാ കിസ്കോ പത്താ നഹി, ഇതിനെ കുറിച്ച് ആർക്കും അറിയില്ല. 5 വികാരോം രൂപി രാവൺ കാ ഭൂത് ഹേ ജിസ്സേ ബാപ്പ് ആകർ ചുടാത്തേ ഹേ, ഈ 5 വികാരങ്ങളാകുന്ന രാവണന്റെ രൂപത്തിലുള്ള ഭൂതങ്ങളുണ്ടല്ലോ, ആ ഭൂതങ്ങളെയാണ് ബാബ വന്നിട്ട് ഓടിക്കുന്നത്. തുമാരെ മേം ഭി കോയി കോയി സെൻസിബിൾ ഹേ ജിൻകി ബുദ്ധി മേം ബൈഠാ ഹേ, നിങ്ങളിൽ തന്നെ ചിലരൊക്കെ നല്ല സമർത്ഥരായ കുട്ടികളുണ്ടായിരിക്കല്ലോ, അവരുടെ ബുദ്ധിയിൽ ഇതെല്ലാം ഉണ്ടാകുന്ന ബാബ പറയാം. ഇസ് ജന്മമേത്തോ ഏസാ കോയി കാം നഹി കർണാ ഹേ, ഈ ജന്മത്തിൽ നിങ്ങൾ അങ്ങനെ മോശപ്പെട്ട ഒരു എന്താ പറയാ കാര്യവും നിങ്ങൾ ചെയ്യരുത് എന്ന് ബാബ പറയാം. ചോരിക്ക് ദേഹാഭിമാൻ ആയാത്തോ റിസൾട്ട് ക്യാ ഹോഗി, നിങ്ങളിപ്പോ മോഷ്ടിക്കുക അല്ലെങ്കിൽ ദേഹാഭിമാനത്തിലേക്ക് വരിക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും എന്ന് ബാബ ചോദിക്കാം. പദ് ഭ്രഷ്ട ഹോ ജായേഗ, അതായത് പദവി നിങ്ങളുടെ നഷ്ടപ്പെടും, പദവി ഭ്രഷ്ടമാകും. കുച്ചിന കുച്ച് ഉടാലേത്തേ ഹേ, അതായത് എന്താണ്, ചിലതൊക്കെ എടുത്തോണ്ട് പോകുമല്ലോ. കത്തേഹേ കക്ക് കാ ചോർ സോ ലക്ക് കാ ചോർ, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതായത് കക്ക മോഷ്ടിക്കുന്നവനും ലക്ഷം മോഷ്ടിക്കുന്നവനും അങ്ങനെ പറയാറുണ്ട്. അതായത് രണ്ടും സെയിം തന്നെ. കാരണം അവിടെ എന്താ നടക്കുന്നത്, മോഷണം. എന്താണ് മോഷ്ടിച്ചത് അതല്ല കാര്യം, എന്താണ് അവിടെ ചെയ്ത പ്രവൃത്തി മോശമാണ്. പദഭാഗ പറയുന്നത് യജ്ഞമേത്തോ ഏസാ കാം കബി നഹി കർണാ ഹേ, യജ്ഞത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത് എന്ന് ബാബ പറയാം. ആദത്ത് പട് ജാതി ഹേ തോ ഫിർ കബി ഛൂട്ടി നഹി ഹേ, അപ്പൊ നമുക്കതൊരു ശീലമായി കഴിഞ്ഞാൽ
പിന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാന്ന് ബാബ പറയാം. കിത്തന മാതാ മാർത്തേഹേ, എത്രയാ തലയിട്ടുടയ്ക്കുന്നത്. ഒരു ശീലം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ എളുപ്പമല്ല, അതല്ലേ? എന്നിട്ട് ഇങ്ങനെ തലയിട്ടുടയ്ക്കുന്ന ബാബ പറയാം. അച്ഛാ മീട്ടെ മീട്ടെ सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഈ ബാബ ധാരണ പറയുന്നത് ഫസ്റ്റ് പോയിന്റ്, സ്ഥൂൽ സേവ के साथ साथ സൂക്ഷ്മ ഓർ മൂൽ സേവ ബി കർണി ഹേ. അതായത് സ്ഥൂലമായി നമ്മൾ ധാരാളം ബാബയുടെ സേവനം ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ കൂടെ തന്നെ നമ്മൾ സൂക്ഷ്മമായ സേവനവും ചെയ്യണം, പ്രധാനപ്പെട്ട സേവനവും ചെയ്യണം എന്ന് ബാബ പറയാം. സബ്കോ ബാബ് കാ പരിചയ ദേന, എല്ലാവർക്കും ബാബയുടെ പരിചയം കൊടുക്കുക. ആത്മാവോം കാ കല്യാൺ കർണ, എല്ലാ ആത്മാക്കളുടെയും മംഗളം ചെയ്യുക. യാദ് കി യാത്രാമേം രഹന, യഹ് ഹേ സച്ചി സേവ. അതായത് എല്ലാവർക്കും ബാബയുടെ പരിചയം കൊടുക്കുക, എല്ലാ ആത്മാക്കളുടെയും മംഗളം ചെയ്യുക, ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുക. ഇതാണ് സത്യമായ സേവനം എന്ന് ബാബ പറയാം. ഇസി സേവാമേ ബിസി രഹന ഹേ, അപ്ന സമയ വേസ്റ്റ് നഹി കർണ ഹേ. ഈ സേവനത്തിൽ നിങ്ങൾ സദാ ബിസി ആയിട്ടിരിക്കണം, സമയം വേസ്റ്റേ ചെയ്യരുത് എന്ന് ബാബ പറയാം. സെക്കൻഡ് പോയിന്റ്, സെൻസിബിൾ ബൻ पांच विകാരോं രൂപി ബോധോं पर വിജയ് പ്രാപ്ത് കർണി ഹേ. അതായത് സമർത്ഥരായിട്ട് മാറിയിട്ട് 5 വികാരങ്ങളുടെ രൂപത്തിലുള്ള ബോധങ്ങളുണ്ടല്ലോ, അവരുടെ മേൽ നിങ്ങൾ വിജയം പ്രാപ്തമാക്കണം എന്ന് ബാബ പറയാം. ചോരി വ ജൂട്ട് ബോൽനേക്ക് ആദത്ത് നിക്കൽ ദേനി ഹേ. ഇത് മോഷ്ടിക്കുക, അസത്യം പറയുക, ഇങ്ങനെയുള്ള മോശമായ ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം നിങ്ങൾ മുക്തമാകണം എന്ന് ബാബ പറയാം. ദാൻ മേം ദീ ഹുയി ചീസ് വാപ്പസ് നഹി ലേനി ഹേ. ദാനം കൊടുത്ത വസ്തു അതൊരിക്കലും തിരിച്ചെടുക്കരുത്. അപ്പൊ നമ്മളിവിടെ എന്താ ദാനം ചെയ്യുന്നത്? അവഗുണങ്ങളാണ് ബാബയ്ക്ക് ദാനം ചെയ്യുന്നത്. അതൊരിക്കലും തിരിച്ചെടുക്കരുത് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ആ അവഗുണത്തിലേക്ക് വന്നിട്ട് നമ്മൾ വികർമ്മം ചെയ്യരുത്. ഇതാ ബാബ പറയുന്നത്. ഈ ബാബ എന്ന വരദാനം പറയുന്നത്, ശരീർ കി വ്യാധിയോം കെ ചിന്തൻ സെ മുക്ത് ജ്ഞാൻ ചിന്തൻ വ സ്വചിന്തൻ കർണേ വാലെ ശുഭചിന്തക് ഭവ. ബാബ എന്താ പറയുന്നത്? ശരീരത്തിന്റെ വ്യാധികളുടെ ചിന്തനം, അതിൽ നിന്നും മുക്തമായിട്ട് ജ്ഞാനചിന്തനവും സ്വചിന്തനവും ചെയ്യുന്ന ശുഭചിന്തകരായി ഭവിക്കട്ടെ എന്ന് പറയാ ബാബ. അതിന്റെ എക്സ്പ്ലനേഷൻ ബാബ പറയുന്നത്, ഏക് ഹേ ശരീർ കി വ്യാധി ആന, ഏക് ഹേ വ്യാധി മേം ഹിംസന. ഒന്നുണ്ട് ശരീരത്തിന് അസുഖം വരിക. ശരീരത്തിന് അസുഖം വരും, തീർച്ചയായിട്ടും കർമ്മത്തിന്റെ കണക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ ശരീരത്തിന് അസുഖം വരും. അതൊന്നും. ഇനി വേറൊന്ന് എന്താ ബാബ പറയുന്നത്? ആ വ്യാധിയിൽ ഇളകിക്കൊണ്ടിരിക്കുക. ആ വ്യാധി വന്നു കഴിഞ്ഞാൽ ഇളക്കം വരും. ഇതിന് രണ്ടാമത്തെ വ്യാധി ആന യഹത്തോ ഭാവിയിൽ. വ്യാധി വരിക എന്ന് പറയുന്നത് അതൊരു വിധിയാണ്, നമ്മുടെ കർമ്മത്തിന്റെ കണക്കാണ്. ലേക്കിൻ ശ്രേഷ്ഠ സ്ഥിതി കാ ഹിൽ ജാന യഹ് ബന്ധൻ യുക്ത് കി നിശാനി ഹേ. പക്ഷെ ആ ശ്രേഷ്ഠ സ്ഥിതി, നല്ല ശ്രേഷ്ഠ സ്ഥിതിയിലിരിക്കുന്ന ഒരു ആത്മാവിന് എന്തെങ്കിലും ഒരു ശരീരത്തിന് വ്യാധി വന്നു കഴിഞ്ഞാൽ, ഇളക്കം വന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ സ്ഥിതി മാറി, ശ്രേഷ്ഠമായ സ്ഥിതി ഇളകിയല്ലോ. ആ ശ്രേഷ്ഠ സ്ഥിതി ഇളകുക എന്ന് പറയുന്നത് ബന്ധനത്തിലേക്ക് വരിക, അതിന്റെ അടയാളാണ്. അപ്പൊ അവിടെ ഒരു ബന്ധനമായി. ശ്രേഷ്ഠ സ്ഥിതി എന്ന് പറയുന്നത് ബന്ധനമുക്താണ്. പക്ഷെ ഒരു അസുഖം ശരീരത്തിന് വന്നിട്ട് ആ അസുഖത്തിൽ ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ, ഒന്ന് ആടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ എന്തായി മാറി? ബന്ധനമുക്തം എന്നുള്ളത് മാറി ബന്ധനയുക്തമായി മാറി, ബന്ധനത്തിലായി അവിടെ. അപ്പൊ ബന്ധനത്തിലായതിന്റെ അടയാളമാണ് ശ്രേഷ്ഠ സ്ഥിതി ഇളകുക. ശരീരത്തിനൊരു അസുഖം വന്ന് ആ സ്ഥിതി ഇളകുക അർത്ഥം നമ്മൾ ബന്ധനത്തിലായി, അതിന്റെ അടയാളം. ജോ ശരീർ കി വ്യാധി കെ ചിന്തൻ സെ മുക്ത് രഹ് സ്വചിന്തൻ ജ്ഞാൻ ചിന്തൻ കർത്തേ ഹേ വഹ് ശുഭ ചിന്ത ഹേ. ബാബ പറയുന്നത്, ആരാണോ ശരീരത്തിന്റെ വ്യാധികളെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും മുക്തമായി സ്വചിന്തനവും ജ്ഞാനചിന്തനവും ചെയ്യുന്നത്, അവരാണ് ശുഭചിന്തകർ. പ്രകൃതി കാ ചിന്തൻ ജ്യാദാ കർണേ സേ ചിന്താ കാ രൂപ ഹോ ജാതാ ഹേ.
അതായത് നമ്മൾ ഈ പ്രകൃതിയുടെ ചിന്തനം, പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ശരീരം. ഈ ശരീരത്തിന്റെ ചിന്തനം നമുക്ക് ധാരാളമായി കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും? ചിന്താക്ക സ്വരൂപ ഹോ ജാത്ത ഹൈ, ചിന്താ സ്വരൂപമായിട്ട് മാറും അല്ലെ? നമ്മളിലുള്ള ആ ആത്മസ്വരൂപം ഒക്കെ പോയി, അല്ലെങ്കിൽ ആത്മാവിന്റെ ഗുണങ്ങളുടെ സ്വരൂപങ്ങളൊക്കെ അതെല്ലാം മാറിയിട്ട് ചിന്താ സ്വരൂപമായിട്ട് മാറും. കാരണം നമ്മളെപ്പോഴും ഇതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന്റെ കാര്യങ്ങൾ. ആ ശരീരത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്താ സ്വരൂപമായി മാറുന്നു എന്ന് പറയാൻ പാകം. ഇസ് ബന്ധൻ സെ മുക്ത ഹോന ഇസ്കോ ഹി കർമാതീത് സ്ഥിതി കഹാ ജാതാ ഹേ. ബാബ പറയുന്നത് ഇങ്ങനെ ഒരു ബന്ധനത്തിൽ നിന്ന് മുക്തമാവുക, ഇതിനെയാണ് പറയുന്നത് കർമാതീതമായ സ്ഥിതി എന്ന്. ഈ ബാബ ശ്ലോകൻ പറയുന്നത് സ്നേഹ की शक्ति समस्यारूपी पहाड़ को पानी जैसा हल्का बना देती है. ബാബ പറയുന്നത് സ്നേഹത്തിന്റെ ശക്തി ഉണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സമസ്യ രൂപത്തിൽ വരുന്ന പർവ്വതങ്ങളെ പോലും വെള്ളത്തെ പോലെ വളരെ ലഘുവാക്കി മാറ്റും, വളരെ സോഫ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആക്കിയിട്ട് മാറ്റും എന്ന് പറയാം. ഏത്? സ്നേഹത്തിന്റെ ശക്തി. നമുക്ക് ഇന്നത്തെ സമ്മാനം നോക്കാം. ബാബ പറയുന്നത് ഇന്ന് ജൂൺ 19 കർമ്മയോഗിയാകൂ, ഇതാണല്ലോ നമ്മുടെ ഈ മാസത്തെ സമ്മാനം. ബാബ പറയുന്നത് ശരീരവും ആത്മാവും രണ്ടും ഒന്നിച്ച് കർമ്മം ചെയ്യും. അല്ലെ, ഒരു കർമ്മം ചെയ്യുമ്പോൾ അവിടെ ശരീരവും ഉണ്ട് ആത്മാവും ഉണ്ട്. ഇങ്ങനെ കർമ്മവും യോഗവും രണ്ടും കമ്പൈൻഡ് ആയിരിക്കണം. കർമ്മം ചെയ്തും ഓർമ്മ മറക്കാതെ, ഓർമ്മയിൽ കഴിഞ്ഞും കർമ്മം മറക്കാതെ ഇരിക്കണം എന്ന് ബാബ പറയുന്നു അല്ലെ. അതായത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ബാബനെ ഓർക്കണം. ഇനി ചിലരുണ്ട് ബാബനെ ഓർത്തുകൊണ്ടിരിക്കും, കർമ്മമൊന്നും ചെയ്യില്ല, അതും ശരിയല്ല. ചിലരാണെങ്കിലോ കർമ്മത്തിൽ തന്നെ മുഴുകിയിരിക്കും, ബാബനെ ഓർക്കില്ല. ബാബ പറയുന്നത് അങ്ങനെയല്ല, കർമ്മം ചെയ്തും ഓർമ്മ മറക്കരുത്, ഓർമ്മയിൽ കഴിഞ്ഞും കർമ്മം മറക്കരുത്. താങ്കളുടെ ടൈറ്റിലാണ് കർമ്മയോഗി. കർമ്മം ചെയ്തുകൊണ്ടും ഓർമ്മയിൽ കഴിയുന്നവർ സദാ വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായിരിക്കും. ന്യാര പ്യാരയായിരിക്കും. അതായത് അവർ കർമ്മം ചെയ്യാനുണ്ട്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവർ ചെയ്യും, പക്ഷെ ബാബയെ ഓർമ്മയ്ക്കും ചെയ്യും. രണ്ടും ഒരുമിച്ച് ചെയ്യുന്നവരാണ് കർമ്മയോഗി. അങ്ങനെയുള്ളവർ എങ്ങനെയായിരിക്കും ബാബ പറയുന്നത്? സദാ ന്യാര പ്യാരയായിരിക്കും, വേറിട്ടവരുമായിരിക്കും, എന്നാൽ പ്രിയപ്പെട്ടവരുമായിരിക്കും. അവരത് കൂടാതെ ഭാരരഹിതമായിരിക്കും. ഏതൊരു കർമ്മത്തിലും അവർക്ക് ഭാരം അനുഭവം ചെയ്യില്ല. കർമ്മയോഗിയെ തന്നെയാണ് മറ്റു വാക്കുകളാൽ കമല പുഷ്പം എന്ന് പറയുന്നത്. അതായത് അവർക്കുമേൽ ഒരിക്കലും യാതൊരു തരത്തിലുള്ള അഴുക്ക്, അതായത് മായയുടെ വൈബ്രേഷൻ സ്പർശിക്കുക തന്നെ സാധ്യമല്ല. കാരണം അവര് എല്ലാ കർമ്മം ചെയ്യുമ്പോഴും അവര് ബാബയുടെ ഓർമ്മയിലാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ മായ വരില്ല, ഒരു അഴുക്കും അവിടെ കളങ്കൊന്നും അവിടെ വരുന്നില്ല. എന്താ ബാബ പറയുന്നത്? കർമ്മം ചെയ്തും ബാബയുടെ ഓർമ്മ. കമലപുഷ്പം എങ്ങനെയാണ്? താമര എങ്ങനെയാ? ചെളിയിലാണത് വളരുന്നെങ്കിലും അത് അതിനൊന്നും ടച്ച് ചെയ്യാതെ നിൽക്കും. അതാണ് കമലപുഷ്പം. അതുപോലെ തന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നുണ്ട്, എന്നാൽ ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ നമ്മളില് മായയുടെ ഒരു വൈബ്രേഷൻ പോലും നമ്മളെ സ്പർശിക്കാനേ സാധിക്കില്ല എന്ന ബാബ പറയുന്നത്. ഓക്കെ, ഓം ശാന്തി. അപ്പൊ നമുക്കൊരു മിനിറ്റ് ബാബയെ ഓർക്കാം. ഒരു
ശാന്തി. ഓം ശാന്തി.